آمين. فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ വാർഷിക പരിപാടിയുടെ മതവിജ്ഞാന സദസ്സിൻ്റെ ഉദ്ഘാടന കർമ്മത്തിൽ ഇവിടെ നമുക്ക് ഖിറാഅത്ത് ഓതിയ ഹാഫിള് മുസമ്മിൽ ഹഖ് നമ്മുടെ ജമാഅത്തിലെ മുഅദ്ദിൻ സാഹിബാണ്. ഇതിന് അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ജമാഅത്ത് പ്രസിഡന്റ് ജനാബ് ഷാജി അബ്ദുൽ ഖനി റാവുത്തർ അവർ, സ്വാഗതം ആശംസിച്ച അൻസാരി സാഹിബ്, ഉദ്ഘാടനം നടത്തിയ ബഹുമാന്യനായ സുഹൃത്ത് നമ്മുടെ സിറാജുദ്ദീൻ ബാഖവി ഖാസിമി ഉസ്താദ് അവർകൾ, നമുക്കിവിടെ ഹാഫിളീങ്ങളായി നമുക്കിവിടെ പരിശുദ്ധ ഖുർആൻ സ്വരമാധുര്യത്തോടുകൂടി കേരളത്തിൻ്റെയും പുറത്തുമൊക്കെ ഓതി നമ്മെ കോൾമേർ കൊള്ളിക്കുന്ന ബഹുമാന്യരായ ഹാഫിളീങ്ങളും ഖാരിയങ്ങളുമായ തയ്യിബ് ഉസ്താദ് ബാഖവി ഉസ്താദ് അവർകൾ, ഖാരി അബ്ദുൽ മജീദ് നദ്വി മൈസൂർ ഉസ്താദ് അവർകൾ, ഖാരി അബ്ദുൽ ബാരി ആമി ഫലാഹി, കർണാടകത്തിലെയും മൈസൂറിലെയും കേരളത്തിലെയും ഒക്കെ വലിയ പണ്ഡിത ഖാരിയങ്ങളായ മഹത്തുക്കൾ, മറ്റേ ഈ ജമാഅത്തിലെ ഓരോ കമ്മിറ്റി അംഗങ്ങൾ, ഭാരവാഹികൾ, ഖാദിമീങ്ങൾ, പായിപ്പാട് ജമാഅത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ജമാഅത്തിലെ അംഗങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സ്നേഹനിധികളായ ഉമ്മ പെങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ മാസം, നല്ല മാസത്തിൽ അള്ളാഹുവിൻ്റെ ഇൽമ് കേൾക്കാൻ വേണ്ടി തടിച്ചുകൂടിയവരാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ഈ പള്ളി പണിതളം മുതൽ ഇവിടെ എപ്പോഴും ഒരു ഇൽമിൻ്റെ ഒരു മഴ തന്നെയാണ്. ഖിറാഅത്തും ഖുർആനും പരിശുദ്ധമായ ഇൽമിൻ്റെ സദസ്സുകളും കൊണ്ട് അനുഗ്രഹീതമായ ഒരു നാടായി ഈ പായിപ്പാട് ഇപ്പം അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെതായ സ്വരമാധുര്യവും മാറ്റൊലിയും കൊണ്ട് നാട്ടിൽ തന്നെ വലിയ ബർക്കത്തുണ്ടാകും. ഒരു നാട്ടിൽ അള്ളാഹു അദാബിറക്കാൻ തീരുമാനിച്ചാൽ യഖ്റഊന ഫിൽ കുതാബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഖുർആൻ ഓതുന്നത് അങ്ങനെ കുറേ കുട്ടികൾ ആ മദ്രസയിൽ, ആ സ്ഥാപനത്തിലുണ്ടെങ്കിൽ യർഫഉല്ലാഹു അൻഹും ദാലിക്കൽ അദാബ് 40 ആമൻ, 40 വർഷത്തേക്ക് അല്ലാഹു തആല ആ അദാബ്, ശിക്ഷ ആ നാട്ടിൽ നിന്ന് ഉയർത്തുമെന്നാണ് കമാ ഖാല ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമ്മൾ ഇത്രയൊക്കെ പൈസ മുടക്കിയിട്ട് അൽഹംദുലില്ലാ വലിയ സെറ്റപ്പിൽ നമ്മൾ പള്ളിയും സംവിധാനമൊക്കെ ഒരുക്കിയിട്ട് എപ്പോഴും ഈ ഖുർആനിൻ്റെ മാധുര്യം ഇങ്ങനെ കേൾക്കാനൊരു അവസരം ഉണ്ടാവുമെന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ്, വലിയൊരു സന്തോഷം തന്നെയാണ്. ഞാനിപ്പോൾ എൻ്റെ ഈ അണ്ടർഗ്രൗണ്ടിലൊക്കെ കയറിയപ്പം അൽഹംദുലില്ലാ ഒരു 100-150 കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണം. മിഫ്ള്, ആലിം കോഴ്സ്, ഖാരിയങ്ങൾ, ഖിറാഅത്ത് പഠിപ്പിക്കുന്ന കോഴ്സ്, ഖുർആൻ റിസർച്ച് സെൻറ്റർ, സയൻസ്, ഇതൊക്കെ പഠിപ്പിക്കണം. കാരണം അത്രയ്ക്ക് സെറ്റപ്പിലാണ് നമ്മുടെ ഈ പള്ളിയും ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് ഇതൊക്കെ നിങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്, വലിയ സെറ്റപ്പിലാണ്.
ഒരു നോളജ് സിറ്റി പോലെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഏകദേശം. ഇനി 2 വർഷം കൂടെ സിറാജ് ഇരുന്നാൽ തീർന്ന സംഭവം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു, വല്ല മാറാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ വരാൻ റെഡിയാണ്. അപ്പോൾ അൽഹംദുലില്ലാ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പിരിക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഇന്നത്തെ ഏറ്റവും വലിയ നമ്പർ 1 പിരിവ് ഉസ്താദ് എന്ന് പറയുന്നത് സിറാജ് ഉസ്താദാണ്. ആളുകൾക്ക് വാത് വേണ്ട, സിറാജ് ഉസ്താദിനെ കാണുമ്പോൾ തന്നെ പൈസ വരികയാണ്. എവിടെ നിന്ന് വരുന്നത് അള്ളാഹു അലം. ഏത് കറാമത്താ, ഏത് വലിയൻ്റെ അടുത്ത് പോയി ഇജാസത്ത് വാങ്ങി എന്നുള്ള കാര്യം നമുക്കറിയില്ല. പടച്ചവനെ, പുള്ളിക്കാരനെ കണ്ടാലേ ആളുകൾ പൈസ കൊടുക്കുള്ളൂ. നമ്മൾ എന്തെല്ലാം വിളിച്ചു കൂവിയാലും ഒരു രക്ഷയില്ല. അപ്പോൾ എന്നോട് പറയുക പിരിക്കാൻ. കൊള്ളാം, ഞാൻ പിരിക്കാൻ. ഈ ഈത്തപ്പഴം ബസറയിലേക്ക് ഇവിടുന്ന് കയറ്റി വിടണമെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ബസറയിൽ നിന്നാണ് ഈത്തപ്പഴം നമ്മൾ കൊണ്ടുവന്ന് തിന്നുക. അപ്പോൾ ഇവിടുന്ന് ഇനി ബസറയിലേക്ക് ഈത്തപ്പഴം കെട്ടിവിടുക. അപ്പോൾ അതിൻ്റെ ഉസ്താദാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സിറാജ് ഉസ്താദ്, നാളെ കബീർ ഉസ്താദൊക്കെ വരുന്നുണ്ട്, അവരിലേക്ക് ഏൽപ്പിക്കാം ഇൻഷാ അല്ലാഹ്. പിരിവൊക്കെ നിങ്ങൾ കൊടുത്ത് സഹായിക്കണം. എന്താ പ്രസിഡന്റ്? ഒരു ഇൻഷാ അല്ലാഹ് ഒരു ഉഷാറില്ലല്ലോ. അൽഹംദുലില്ലാ, നല്ല മഴയും നല്ല തണുപ്പും നല്ല. എല്ലാവരും മഴയ്ക്ക് വേണ്ടി ദുആയായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ ദുആ. അവസാനം ഇപ്പോൾ എന്തായി? അൽഹംദുലില്ലാ, അള്ളാഹു വലിയ മഴ നൽകി. നാളെ കൂടല്ലൂർ ഒരു പരിപാടി ഉണ്ടായിരുന്നു. മഴയാണെന്ന് പറഞ്ഞാൽ അത് ക്യാൻസലായി. അങ്ങോട്ട് 3 ദിവസത്തേക്ക് കയറരുതെന്ന് ഓർഡറാണ്. ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ, അപ്പോൾ നമുക്ക് അള്ളാഹു ഇത്തിരി മഴ തന്നപ്പോൾ ആകെ ഒരു എല്ലാതൊരു പോലെ ടെൻഷൻ പോലെ. മഴയില്ലാതെ വലിയ വിഷമിക്കുന്ന ഇപ്പോഴും മഴ പെയ്യാത്ത സ്ഥലങ്ങളുണ്ട്. മലപ്പുറത്ത് നിലമ്പൂരിൽ നിന്ന് വിളിച്ചപ്പോൾ ചെറുതായിട്ട് ചാറിയിട്ടേ ഉള്ളൂ, മഴയേ പെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊക്കെ അൽഹംദുലില്ലാ ഖുർആനിൻ്റെ ഒരു വലിയ ബർക്കത്തല്ലേ അള്ളാഹു തആല നമുക്ക് ഈ മഴയൊക്കെ തന്ന് നമുക്ക് നമ്മുടെ നാടിനെ അനുഗ്രഹിച്ചത് വലിയ ഒരു ബർക്കത്താണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ നിങ്ങളത് വേണ്ടവണ്ണം അത് പ്രയോജനപ്പെടുത്തണം, ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമുക്ക് അനുകൂലമായ കാലാവസ്ഥ നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനാണല്ലോ നമ്മൾ എല്ലാ പ്രാവശ്യവും എല്ലാ വർഷവും നമ്മളിവിടെ പ്രഭാഷണം നടത്തുന്നത്. എല്ലാ ഉസ്താദന്മാരും അതിൻ്റെ മഹത്വങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനാണ് ഇവിടെ നിങ്ങൾ കേട്ടതും. നമ്മളിനി മനസ്സിലാക്കേണ്ടത് ലോകാവസാനത്തിൻ്റെ അടയാളവുമായി ബന്ധപ്പെട്ട് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറേ കാര്യങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഖുർആനുമായുള്ള ബന്ധങ്ങളുമുണ്ട്, പള്ളിയുമായുള്ള ബന്ധമുണ്ട്, നാട്ടിൽ നടക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്യാതെ ഒന്നും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയിട്ടില്ല. ആ കാലഘട്ടത്തിൽ അന്ന് നെറ്റില്ല, അന്ന് ഈ പറഞ്ഞ പോലെ 5Gയും 3Gയും 4G ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞോ അതാണ് ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പറ്റിയ സമ്പത്ത് കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. ഈ ഒരു മാസം നമുക്കറിയാമല്ലോ, ഞാനിപ്പോൾ ഓതി വെച്ച ആയത്ത് പരിശുദ്ധമായ കഅബയുമായി ബന്ധപ്പെട്ടതാണ്. ഹജ്ജിൻ്റെ മാസമാണ്. ഇവിടെ നിന്നൊക്കെ ഹജ്ജിന് പോകുന്നുണ്ടോ ആൾക്കാർ? 14 എല്ലാവരും പോയാ? ഉണ്ട്. എല്ലാവരും ഇവിടെ സദസ്സിലുണ്ടോ? ഹജ്ജൊക്കെ ആകുമ്പോൾ നമ്മൾ ആ ഹജ്ജിനെ കുറിച്ചും ഹജ്ജിൻ്റെ മാസത്തിൻ്റെ ആ മഹത്വവും അതിൻ്റെ കഅബയെക്കുറിച്ചും ഒക്കെ ഒന്ന് ചർച്ച ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും അല്ലേ? അതുമായി ഇല്ലേ? എന്നാലേ ആളുകൾക്ക് പോകാനൊരു പ്രചോദനം. തയ്യിബ് ഉസ്താദ് മുഖത്തുള്ള അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും ഓരോന്നിനും അള്ളാഹു സുബ്ഹാനഹു വതആല വെറുതെ അല്ലല്ലോ ഈ കഅബയെക്കുറിച്ചൊക്കെ പറഞ്ഞത്. കഅബ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താ ഈ കഅബയെക്കുറിച്ച് വല്ല അറിയാം? എല്ലാവരും മക്കയ്ക്കൊക്കെ പോവാണ്. ഈ മക്കയ്ക്ക് എത്ര പേരുണ്ടെന്നറിയോ? കഅബയ്ക്ക് എത്ര പേരുണ്ടെന്നറിയോ? കഅബ എത്രയുണ്ടെന്നറിയോ? നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ കാണുന്നതാണ് കഅബ. ഇതിന് മുകളിലോട്ട് എത്ര കഅബയുണ്ട്, താഴോട്ട് എത്ര കഅബയുണ്ട്, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ഹജ്ജിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ, ഒരു നാട്ടിൽ പോകുമ്പോൾ അതിനെക്കുറിച്ചും ആ നാടിനെക്കുറിച്ചും നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ചും ആ ലക്ഷ്യത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അല്ലാതെ കുറേ പൈസയുണ്ട്, 8 ലക്ഷം രൂപ ഉണ്ട്, 10 ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ ഹജ്ജിന് അങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അടിച്ചുവിട്ടി അങ്ങനെ പോകലല്ല വേണ്ടത്. പോകുന്നതിൻ്റെ ലക്ഷ്യം നമുക്കുണ്ടാകണം. ഏത് കോളേജിൽ പഠിച്ചാലും നമുക്ക് നല്ല മാർക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ കുട്ടികളെ അവിടെ ചേർക്കാൻ പോകുന്നത്. എന്ന് പറയുന്ന പോലെ നമ്മൾ മക്കയിൽ പോകുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഖുർആൻ പഠിപ്പിക്കണം എന്നൊക്കെ ഈ പറയുന്നത്. ഈ ഖുർആൻ പഠിപ്പിക്കണമെന്ന് അള്ളാഹുവും അവൻ്റെ റസൂലും പറയുന്നത് വെറുതെ ആണോ? ഏത് വിഷയം നോക്കിയാലും നമുക്ക് അതിൽ ചർച്ച ചെയ്താൽ നമുക്ക് കിട്ടാത്തത് വല്ലതുണ്ടോ? അതാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത്. ഒരു വലിയ അമാനത്താണ്. അമാനത്ത് ഏറ്റെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഈ ഖുർആനിന്റെ മഹത്വം,
إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. ഈ അമാനത്ത് എന്ന് പറയുന്ന പരിശുദ്ധമായ ഗ്രന്ഥം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശഭൂമികളോട് ചോദിക്കുകയാണ്, ഈ അമാനത്ത് ഏറ്റെടുക്കാൻ കഴിയുമോ? ഇന്ന് നോക്കുമ്പോൾ ഖുർആൻ കേവലം ഒരു ബുക്ക് പോലെ നമ്മുടെ പള്ളികളുടെ ഓരോ ഭാഗങ്ങളിൽ ഇരിക്കുന്നത് കാണാം. പക്ഷേ അതിൻ്റെ മഹത്വം എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അത് ഓതുന്നവർക്കും അതിൻ്റെ മഹത്വമോ അതിൻ്റെ വലിപ്പമോ നമുക്കറിയില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അമാനത്ത് എന്ന് പറയുന്ന ഈ ഉത്തരവാദിത്തം ആകാശ ലോകങ്ങളോട് അല്ലാഹു ചോദിക്കുകയാണ്. ഏറ്റെടുക്കാൻ കഴിയുവോ ആകാശമേ? ഏറ്റെടുക്കാൻ കഴിയുവോ ഭൂമികളെ? ഏറ്റെടുക്കാൻ കഴിയുവോ പർവ്വത സാനുക്കളെ? ഫഅബൈന അൻ യഹ്മിൽനഹാ. ആകാശങ്ങൾ പറഞ്ഞു അല്ലാ കഴിയില്ല പടച്ചവനെ. ഭൂമി പറഞ്ഞു അല്ലാ ഏറ്റെടുക്കാൻ കഴിയില്ല അല്ലാ. പർവ്വത സാനുക്കൾ പറഞ്ഞു റബ്ബേ കഴിയില്ല പടച്ചവനെ. പിന്നെ ആരാണ് ഈ അമാനത്ത് ഏറ്റെടുത്തതെന്നറിയോ? വഹമലഹൽ ഇൻസാൻ. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ മനുഷ്യ മക്കളാണ് ഈ ഖുർആൻ എന്ന് പറയുന്ന അമാനത്ത് ഇത് ഏറ്റെടുത്തത് എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ നാവിലൂടെ നമുക്ക് അറിയാം. ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പോലും ഈ ഖുർആനിനെ അവഗണിച്ചതിന്റെ പേരിൽ വളരെ ഖേദത്തോടെ പ്രയാസത്തോടെ അല്ലാഹുവിനോട് ആവലാതിപ്പെട്ടില്ലേ? വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹ് എൻ്റെ സമുദായം ഈ ഖുർആനിനെ അവഗണിക്കുകയാണല്ലോ പടച്ചവനെ. ഈ ഖുർആനിന്റെ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തുകയാണല്ലോ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പോലും വളരെ വിഷമത്തോടെ വ്യസനത്തോടെ റബ്ബിനോട് പരാതി പറഞ്ഞുവെങ്കിൽ ഈ ഖുർആനിനെ തുറക്കാത്തവരും അതിനെ പാരായണം ചെയ്യാത്തവരും അതിനെ പരിഗണിക്കാത്തവരും ഈ ദുനിയാവിൽ നിന്നും മരിച്ചു പോയാൽ യജിഉൽ ഖുർആനു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഇതേ ഖുർആൻ ആഖിറത്തിൽ വരുമത്രേ. ആ ഖുർആൻ നമ്മുടെ തലമുടി പിടിച്ച് കുടുംബിക്ക് പിടിച്ച് കുത്തിന് പിടിച്ച് അള്ളാന്റെ കോടതിയിൽ കൊണ്ടുവന്നിട്ട് റബ്ബിനോട് പരാതി പറയും. യാ റബ്ബി പടച്ചവനേ ഹറഖൂനി വമസ്സഖൂനി. എന്നെ കത്തിച്ചു കളഞ്ഞവനാണ് ഈ നിൽക്കുന്നത് അല്ലാഹ്. എന്നെ കീറിക്കളഞ്ഞവനാണ് ഈ നിൽക്കുന്നത് പടച്ചവനെ. സംഘപരിവാറെ നോക്കിയല്ല ഖുർആൻ പറയുന്നത്, RSSകാരെ നോക്കിയല്ല ഖുർആൻ പറയുന്നത്, യൂറോപ്യൻകാരെ നോക്കിയല്ല ഖുർആൻ പറയുന്നത്. മുസ്ലിം സമുദായമേ, മുസ്ലിം ഉമ്മത്തെ വഹമലഹൽ ഇൻസാൻ. ഈ ഖുർആൻ എന്ന് പറയുന്ന അമാനത്ത് ഏറ്റെടുത്ത ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ മുസ്ലിം ലോകമുണ്ടല്ലോ, ഈ ഖുർആനിനെ അവഗണിച്ചാൽ ഈ ഖുർആൻ നമുക്കെതിരെ സാക്ഷി പറയുമത്രേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അതിനെ ബഹുമാനിക്കണം, ആദരിക്കണം, അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് എല്ലാം ഖുർആനിനകത്തിലൂടെ ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും ഉള്ളത് ഖുർആനാണ്. എല്ലാം അതിലുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ആദ്യത്തെ കഅബ, ആദ്യത്തെ ഭവനം, ആദ്യത്തെ ആരാധനാലയം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചത് ആ ഖുർആനിലൂടെയാണ്. ഉമ്മയുടെ മഹത്വം അറിയണോ? ഉപ്പയുടെ മഹത്വം അറിയണോ? ഭാര്യയുടെ മഹത്വം അറിയണോ? ഭർത്താവിന്റെ മഹത്വം അറിയണോ? മക്കൾ ആരായിരിക്കണം? നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിച്ചെന്ന ദുആ അല്ലേ? പാപ്പാക്കും ഉമ്മാക്കും ദുആ ഇറക്കണമെന്ന് സ്കൂളിൽ ഉണ്ടോ? സ്കൂളിൽ എവിടെയെങ്കിലും പഠിപ്പിച്ചിരുന്നുണ്ടോ? ഭാര്യയ്ക്ക് ദുആ ചെയ്യണമെന്ന്, ഭർത്താവിന് ദുആ ചെയ്യണമെന്ന്, മക്കൾക്ക് ദുആ ചെയ്യണമെന്ന് അല്ലാഹു ഖുർആനിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിലാണ് പഠിപ്പിച്ചത്. ഖുർആനെ പഠിക്കാതിരുന്നാലോ? അത് പഠിച്ചെങ്കിൽ നമുക്കത് മനസ്സിലാവുള്ളൂ. ആ ഖുർആനുമായുള്ള ബന്ധം ഉണ്ടെങ്കിൽ നമുക്കത് ഓതാൻ പറ്റുള്ളൂ, അത് അറിയാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദുആ പഠിപ്പിച്ചു, അല്ലാഹു ദുആ പഠിപ്പിച്ചു, അല്ലാഹുവാണ് പഠിപ്പിച്ചിരുന്നത്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ
മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് കേട്ടോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. അല്ലാഹ് ഞങ്ങളുടെ ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, അവരിലൂടെ ഉണ്ടാകുന്ന ഞങ്ങളുടെ സന്താന പരമ്പരകളെ ഖുർറത അയുൻ, കൺകുളിർമയുള്ളവരാക്കണേ അല്ലാഹ്, കൺകുളിർമയുള്ളവരാക്കണേ അല്ലാഹ്. ണ്ടോ വാപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള് ദുആ ചെയ്യാൻ അല്ലാഹ് ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. 1-ാം ക്ലാസ് മുതൽ 12 വരെ പഠിച്ചിട്ട് എവിടെ ഉണ്ട് നമുക്കൊണ്ട് ദുആ? നമ്മൾ ദുആ ചെയ്യാതിരുന്നാൽ പിന്നെ എങ്ങനെ മക്കളിങ്ങനെ ഖുർറത അയിനാവും, കൺകുളിർമയുള്ളവരാക്കും? ഖുർആനിലൂടെയാണ് മക്കളെ നന്നാക്കി എടുക്കേണ്ടത്. ഖുർആൻ പഠിപ്പിച്ചില്ലെങ്കിൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. ഖുർആൻ എന്ന് ഓതാനോ അത് കേൾക്കാനോ അത് പഠിപ്പിക്കാനോ, ഇന്നിപ്പോൾ ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ ഇത് കേൾക്കുമ്പം അത് ഇന്നിവിടെ പറയുന്നുണ്ട് ഉസ്താദ്മാരൊക്കെ, നല്ല രസമായിരുന്നു കേൾക്കാനെന്ന്. എത്ര രസമാണ് കേൾക്കാൻ അല്ലേ? എത്ര ഓതിയാലും നമുക്ക് ഒരരോചകം ഉണ്ടാവൂലല്ലോ, ഒരരോചകം ഉണ്ടാവൂലല്ലോ. പാട്ടൊക്കെ എത്ര പ്രാവശ്യം കേൾക്കും. എന്നാൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ എന്തൊരു ഇൻട്രസ്റ്റാണ് പാട്ടൊക്കെ പഠിപ്പിക്കാൻ അല്ലേ? പാട്ടൊക്കെ പഠിപ്പിക്കാൻ വലിയ ആവേശമാണ്. 12 വയസ്സുള്ള, 14 വയസ്സുള്ള, 10 വയസ്സുള്ള ആൺപെൺ മക്കൾ ഇന്ന് സ്റ്റേജിൽ ആടി തിമിർക്കുകയല്ലേ. ഏത് പാട്ട് വേണമെങ്കിലും ഇന്നലെ ഇറങ്ങിയ സിനിമയുടെ പാട്ട് ഇന്ന് നിമിഷ നേരം കൊണ്ട് കാണാതെ പഠിച്ച് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. അത്രയ്ക്കും ബ്രില്യൻ്റായ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ എന്തേ നിങ്ങൾക്ക് ഇത്രത്തോളം വിഷമം? ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കൂല, പാട്ട് പാടുന്ന ആടി ജീവിതത്തിന്റെ പാട്ട് ഇന്നലെ ഇറങ്ങിയ സിനിമ ഇന്ന് പാടും മക്കള്, കാണാതെ ഒരു പേടി പോലും ഇല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പെരിയോനേ റഹ്മാനേ എന്നും പറഞ്ഞ് ആടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി പിടിച്ചൊക്കെ പാടും. ആടി ജീവിതം പുതിയ സിനിമയ സുന്നത്ത കാണല്. ചിരിക്കാൻ പറഞ്ഞൊന്നുമല്ല. എല്ലാരും ഉസ്താദ്, ഒരാൾ ചോദിക്കും ഉസ്താദ് കണ്ടോ ആടി? നിങ്ങളോട് ചോദിച്ചാൽ, ഇന്ന് ഖുർആനിന്റെ മദ്രസയെ കുറിച്ച് പറഞ്ഞാൽ, ഇന്ന് നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾക്ക് അതിനൊരു വിലയുണ്ടാവില്ല, പരിഗണിക്കില്ല. ഈ പണം വെറുതെയാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നാളെ മരിച്ച് നിങ്ങൾ അള്ളാന്റെ കോടതിയിലെത്തുമ്പോ അള്ളാഹുവിന്റെ തീരുമാനം നഊദു ബില്ലാഹ് നരകത്തിലേക്കാണ് വലിച്ചെറിയപ്പെടുന്നതെങ്കിൽ ആ നരകത്തിന്റെ വാതിൽക്കലേക്ക് കൊണ്ടുപോകുമ്പോ സ്വമേധയാ നിങ്ങൾ പറയുന്ന വാക്കാണ് ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. അന്ന് പറഞ്ഞത് അല്ലാഹ് കേട്ടിരുന്നെങ്കിൽ 10 കോടി ചെലവാക്കി പായിപ്പാട് പള്ളിയുടെ പരിസരത്ത് ഖുർആനിന്റെ മദ്രസ ഉണ്ടാക്കിയിട്ട് എന്റെ മകനെ മകളെ പഠിപ്പിക്കാതെ ഞാൻ അലസനായി കഴിഞ്ഞുകൂടിയല്ലോ അല്ലാഹ്. അന്ന് ആ ഉസ്താദുമാര് പറഞ്ഞത് ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഈ കത്തി കാണുന്ന നരകത്തിലേക്ക് ഞങ്ങൾ വീഴുമായിരുന്നില്ല അല്ലാഹ്. നാളെ ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയിൽ പറയാൻ പോകുന്ന വാക്ക് കാലേ കൂട്ടി പടച്ചവൻ നമ്മളെ അറിയിക്കുകയാണ്. സൂറത്തുൽ മുൽക്ക് പഠിച്ചു വെച്ചോ, പഠിച്ചു വെച്ചോ, നാളെ പറയും. ഇന്ന് പറയാൻ പറയുമ്പം അതൊക്കെ ന്യൂജിയുടെ കാലം, ഓജി ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. നാളെ പറയും ഓജി ഏതാ ന്യൂജി ഏതാ. സൂചി ഏറ്റവും അല്ലാഹു. അപ്പൊ അവിടെ ആ ജിക്ക് അവിടെ വേറെ ഒരു സൂയും കൂടെ ഉണ്ടാവും നാളെ ആഖിറത്തിൽ. അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. പഠിച്ചോ, പഠിപ്പിച്ചാൽ അതിന്റെ ഗുണം ഉണ്ടാവും, അതിന്റെ മഹത്വം ഉണ്ടാവും. അതിനാണ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. അതിനാണ് ഈ ഖുർആനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഇവരിന് നാളെ പറയാൻ പറ്റില്ല. ഉസ്താദന്മാരോ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരോ പടച്ചവനെ ഖുർആനെ ഞങ്ങൾ പരിചയപ്പെടുത്തി. അല്ലാഹുവേ, കേരളത്തിന്റെ അകത്തും പുറത്തും ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള പണ്ഡിതന്മാരെ, ഖാരിയങ്ങളെ, ഹാഫിളീങ്ങളെ കൊണ്ടുവന്ന് നിരത്തി അല്ലാഹ്. ലക്ഷങ്ങൾ ചെലവ് ചെയ്ത പരിപാടികൾ നടത്തിയത് ഖുർആനിന്റെ മാസ്മരിക ശക്തി, അമാനുക ശക്തി, ആ സ്വരമാധുര്യമല്ല ഈ സമുദായത്തിന്റെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചു പടച്ചവനെ. ഇനി എങ്ങാനും ഇതുവരെ സ്വീകരിക്കാതെ വന്നാൽ ഞങ്ങൾ കുറ്റക്കാരല്ല റബ്ബേ, ഞങ്ങളെ അതിന്റെ പേരിൽ നീ പിടിക്കരുതേ അല്ലാ. കമ്മിറ്റിക്കാർക്ക് തലയൂരാം, ഉസ്താദിനും തലയൂരാം. കാരണം എല്ലാവരും കൊണ്ടുവന്ന് പഠിപ്പിച്ചു. ഖുർആനെ പഠിപ്പിക്കാൻ അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇനി പഠിക്കാനും പഠിപ്പിക്കാനും അത് സഹായിക്കാനും നിങ്ങളാണ് തയ്യാറാകേണ്ടത്. അത് വരാതെ വന്നാൽ നിങ്ങൾ നാളെ അള്ളാന്റെ മുന്നിൽ സമാധാനം പറയണം. എൻ്റെ അർത്ഥം കണ്ട് ഖുർആനിലെല്ലാം അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മേലാണ് ഇത് ഏറ്റെടുക്കാൻ പറഞ്ഞത്. നമ്മളെ ഏറ്റെടുത്തത് നമ്മളിത് ഏറ്റെടുത്തു. പക്ഷെ അവൻ വെറും വിഡ്ഢിയായി പോയല്ലോ, അക്രമിയായി പോയല്ലോ ഈ ഖുർആനെ പരിഗണിക്കാത്തതിന്റെ പേരിൽ.
അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെയാണ് നമുക്കെല്ലാം പരിചയപ്പെടുത്തി തരുന്നത്. ബാപ്പ, ഉമ്മ, കുടുംബം, ഗോത്രം, സ്വഭാവങ്ങൾ. ആ ഒരു വീക്ഷണത്തിലാണ് അല്ലാഹു തആല ഈ മാസത്തെ പരിചയപ്പെടുത്തുന്നു, ഈ ദിവസത്തെ പരിചയപ്പെടുത്തുന്നു. നമ്മുടെ ഈ ഹജ്ജിൻ്റെ മാസം ആളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം ഖുർആനിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഒരു വർഷത്തിൽ 12 മാസം എന്നുള്ളത് അമേരിക്കക്കാരന്റെ സമ്പത്തല്ല, ഖുർആന്റെ സമ്പത്താണ്. ഇന്ന ഇദ്ദതശ്ശുഹൂർ ഇൻദല്ലാഹി 12 ശഹറാ യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക അദ്ദീനുൽ ഖയ്യിം ഫലാ തളിമൂ ഫുസകും. ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസമാണെന്ന് കാലേ കൂട്ടി അള്ളാഹു നിശ്ചയിച്ച കാര്യമാണ്. പാശ്ചാത്യന്റെയോ അമേരിക്കക്കാരന്റെയോ സമ്പത്തല്ല കേട്ടോ. ഇന്ന ഇദ്ദതശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറാ. ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസമാ. പക്ഷേ നമുക്ക് ജനുവരി മുതൽ ഡിസംബർ വരെ നമുക്ക് ഓർമ്മയുള്ളൂ. നമുക്ക് മുഹറം മുതൽ ദുൽഹജ്ജ് വരെ നമുക്ക് ഓർമ്മയില്ല. എന്നാൽ സക്കാത്ത് കൊടുക്കണമെങ്കിൽ ചാന്ദ്രിക മാസത്തെ പരിഗണിച്ചിട്ട് വേണേ സക്കാത്ത് കൊടുക്കാൻ. നമ്മൾ നോമ്പ് പിടിക്കണമെങ്കിൽ, നമ്മൾ ഈദ് ആഘോഷിക്കണമെങ്കിൽ ചാന്ദ്രിക മാസത്തെ പരിഗണിച്ച് പിറ കണ്ടിട്ടല്ലാതെ നമുക്കതിനെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ പറ്റൂല. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിന്റെ ഓരോ നിയമങ്ങളെല്ലാം അത് കടന്നുകൊടുന്നത് അറബി മാസ ഹിജ്റ കലണ്ടർ പ്രകാരമാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ന്യൂ ഇയർ എന്ന് പറയുന്നത് മുഹറമുൽ ഹറാം, മുഹറം മാസമല്ലേ, അതല്ലേ നമ്മുടെ പുതുവർഷം. പക്ഷേ എത്ര മുസ്ലിമീങ്ങൾക്ക് അതിനെ കുറിച്ചറിയാം? ജനുവരി 1-നാണ്, ഡിസംബർ 31-നാണ്. 12 മണിയാവുമ്പോ അടിച്ചു പൊളിച്ച് അവൻ വെള്ളമടിച്ച് കുടിച്ച് കൂത്താടി അഹങ്കരിച്ച് തമ്മാടിയാവുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുസ്ലിം ലോകത്തിന് നൽകിയ സമ്മാനം ഒരു വർഷം അവന്റെ അവസാനിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലൂടെയാ. അത് അല്ലാഹു ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ കർമ്മ മണ്ഡലങ്ങളിലൂടെയാണ് ആ മാസത്തെ അല്ലാഹു, ആ വർഷത്തെ അല്ലാഹു പൂർത്തീകരിക്കുന്നത്. അല്ലാഹു ഇഷ്ടപ്പെട്ട 4 മാസങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തുകയാ. മിൻഹാ അർബഅത്തുൻ ഹുറും. 4 മാസങ്ങൾ പവിത്രമാണ്, ആദരിക്കപ്പെടേണ്ടതാണ് കേട്ടോ. ആ 12 മാസത്തിലെ 4 മാസം അല്ലാഹു സ്വന്തമായി ഏറ്റെടുത്തിട്ട് അത് എന്റെ മാസമാണ്, അത് ഞാനുമായി ബന്ധപ്പെട്ട മാസമാണ് എന്ന് അല്ലാഹു പറയുമ്പോ ഒരു മാസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയില്ലേ? അത് റജബല്ലേ. ആ റജബ് വരുമ്പോഴാണ് റമളാൻ, റമളാൻ എന്ന ഓർമ്മ നമ്മളെ കൊണ്ടുവരുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആ റമളാനിനെ കുറിച്ച് ഓർക്കണമെങ്കിൽ, റജബ് വരണമെങ്കിൽ, റജബ് എന്ന് പറയുന്നത് അള്ളാന്റെ മാസമാ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള 3 മാസം ഈ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാസങ്ങളാണ് ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറമുൽ ഹറാം. ഇത് 3ഉം അള്ളാഹുവിന്റെ മാസമാണ് കേട്ടോ. അത് പവിത്രമേറിയ മാസമാണ്, അത് അള്ളാഹു ഇഷ്ടപ്പെട്ട മാസമാണ്. സ്വർഗത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുമ്പോ അള്ളാഹു നരകത്തെ കുറിച്ച് പരിചയപ്പെടുത്തി തൊട്ടടുത്ത് സ്വർഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് പോലെ അദാബിന്റെ ആയത്തുകളെ പരിചയപ്പെടുത്തി തൊട്ടടുത്ത് അള്ളാഹു റഹ്മത്തിന്റെ ആയത്തിനെ പരിചയപ്പെടുത്തുന്നത് പോലെ റമളാനിന്റെ ആയത്തുകൾ പറഞ്ഞിട്ട് തൊട്ടടുത്ത് അള്ളാഹു ഹജ്ജിന്റെ ആയത്തുകളെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ദുൽഖഅദ് മാസം അള്ളാഹുവിന്റെ മാസമാ. ഫലാ തളിമൂ ഫീഹിന്ന അൻഫുസകും. ഈ മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് അതിക്രമം പ്രവർത്തിക്കരുതേ. അള്ളാഹു ആദരിച്ച പവിത്രമായ മാസമാണ്. അള്ളാഹു ഒരു വർഷം നമുക്ക് തുടങ്ങുന്നത് മുഹറം നല്ല ദിവസം കൊണ്ടിട്ടാണ്. 10 നോമ്പെടുക്കാം. നമ്മുടെ പുതുവർഷ പുലരി അതാണ്. നമ്മളവിടെ ബോംബ് പൊട്ടിക്കലും, നമ്മളവിടെ പടക്കം പൊട്ടിക്കലും, ബലൂൺ വീർപ്പിക്കലും അല്ലല്ലോ. നമ്മുടെ പുതുവർഷ പോലെ ന്യൂ ഇയർ എന്ന് പറയുന്നതാണ് മുഹറമുൽ ഹറാം. അവസാനിക്കുന്ന ഒരു വർഷം ദുൽഹജ്ജ് ഏറ്റവും വലിയ കർമ്മമാണ്. ഇസ്ലാമിലെ പഞ്ചകർമ്മങ്ങളിൽ, പഞ്ചസ്തംഭങ്ങളിൽ അല്ലാഹു തആല നിർബന്ധമാക്കിയ 5ാമത്തെ കർമ്മം പൂർത്തിയാക്കപ്പെടുന്നത് ഒരു വർഷത്തിന്റെ പര്യവസാനത്തോടു കൂടിയാണ്. ദുൽഹജ്ജ് മാസമാണത്. ആദരിക്കപ്പെട്ടു. ആ മാസത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ? വൽ ഫജ്ർ വലയാലിൻ അശ്ർ. അതും പറഞ്ഞില്ലേ?
എത്ര വലിയ മഹത്വം അല്ലാഹ് ചെയ്തെന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ആ മാസത്തിലാണ് നിങ്ങളും ഞാനൊക്കെ ഇരിക്കുന്നത്. ഈ പവിത്രമേറിയ മാസത്തിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. ഇത്ര വലിയ മഹത്വമേറിയ മാസത്തിലാണ് ഇരിക്കുന്നത്. ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കയിലേക്ക്, കഅബയിലേക്ക് പോവാണ്. എന്താ കഅബ? സാമ്പത്തികമായി കഴിവുള്ളവൻ കഅബയെ കാണാൻ അവർക്ക് കൊതിയില്ലേ, അവർക്ക് ആഗ്രഹമില്ലേ? പരിശുദ്ധമായ കഅബ എന്ന് പറയുന്നത് ലോകത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് കേട്ടോ. നമ്മുടെ ഈ ലോകത്തിന്റെ ഭൂമിയുടെ മധ്യമാണ്, ഈ ഭൂമിയുടെ കേന്ദ്രമാണ്, ഈ ഭൂമിയുടെ ഏറ്റവും വലിയ മഹത്തായ ബൃഹത്തായ സ്ഥലമാണ് പരിശുദ്ധമായ കഅബ നിലനിൽക്കുന്നതെന്ന് ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി. കഅബ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ കഅബയെ കാണാനൊരു കൊതി വേണം, കഅബയെ കാണാനൊരു ആഗ്രഹം ഉണ്ടാകണം, ഒരു ആവേശം ഉണ്ടാകണം. 45 അടി നീളത്തില്, 35 അടി വീതിയില്, 56 അടി ഉയരത്തില് ചതുരമായിട്ടുള്ള ആ ഒരു ബിൽഡിങ്ങിന്, കെട്ടിടത്തിന് പറയപ്പെടുന്ന പേരാണ് കഅബ. അറബികള് ഈ കഅബയെ മഹത്വപ്പെടുത്തി ആരും ചതുരാകൃതിയിൽ വീട് പണിയുമായിരുന്നില്ല. അതിനെ മഹത്വപ്പെടുത്താണ്. അതാണ് ഓരോന്നിനൊരു മഹത്വം ഉണ്ട്. അറബികൾ പോലും, അനറബികൾ പോലും, മുശ്രിക്കീങ്ങൾ പോലും ഇല്ല. അതിന്റെ മഹത്വം അതാണ്. അത്രയ്ക്കും ആ കഅബയോടുള്ള മഹത്വം. ആ കഅബ അങ്ങനെ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ വെക്കാൻ പാടില്ല. നമുക്കൊരു പള്ളി ഉണ്ടെങ്കിൽ പള്ളിയുടെ മുകളിലായിരിക്കണം നമ്മുടെ വീട്. അങ്ങനെ സെറ്റ് ഉണ്ടാക്കും വീട്. ചില ആളുകൾ പള്ളിയുടെ മുകളിലോട്ടായിരിക്കണം വീട്. പള്ളിയുടെ മിനാരം കാണരുത്, പള്ളിയുടെ മെഹ്റാബ് കാണരുത്. അനറബികൾ പോലും കഅബയെ ആദരിച്ചിരുന്നു ആ കോലത്തിൽ. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. ലോകങ്ങൾക്ക് മുഴുവനും നേതൃത്വം കൊടുക്കുന്ന, ലോകങ്ങളുടെ മുഴുവനും ശ്രദ്ധാകേന്ദ്രമായ, ലോകങ്ങളുടെ മുഴുവനും ഹിദായത്തിന്റെ മാർഗമായ പരിശുദ്ധമായ കഅബയാണ് അല്ലാഹു അവൻ ഇബാദത്ത് ചെയ്യാൻ ആദ്യമായി നിർമ്മിക്കപ്പെട്ടത്. ആദ്യമായി അല്ലാഹു തആല കൊണ്ടുവച്ചത്. لقد خلق الله عز وجل موضع هذا البيت قبل أن يخلق شيئا من الأرض ب2000 سنة. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശഭൂമികൾ ലോകം സൃഷ്ടിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു കഅബ എവിടെയാകണമെന്ന് പടച്ച തമ്പുരാൻ തീരുമാനിച്ചു ഉറപ്പിച്ചു. എവിടെയാകണം കഅബ? എവിടെയാകണം കഅബ? കേന്ദ്ര ബിന്ദുവാണ് കഅബ. വഇന്ന ഖവാഇദഹു ലഫിസ്സാബിഅത്തി സുഫ്ലാ. പരിശുദ്ധമായ കഅബയുടെ തൂണ്, പില്ലർ, അതിന്റെ ബേസ്മെന്റ് എവിടെയാണെന്നറിയോ? 7ാമത്തെ ഭൂമിയുടെ അടിത്തട്ടിലാണ് കേട്ടോ. കേട്ടാ, കഅബയുടെ പില്ലർ എവിടെയുള്ള? നമ്മുടെ പില്ലർ കൂടിപ്പോയ ഒരു 50 അടി 60 അടി താഴ്ചയിലായിരിക്കും. ഇല്ലയോ പ്രസിഡന്റ്? ഈ പള്ളിയുടെ എത്രയല്ലേ ഉള്ളൂ? ഇല്ലടാ സുൽവി, അവനറിയാം. ഇതിന്റെ ഓരോരോ മുക്കുമൂലയെല്ലാം അവനറിയാം. നാളെ അവനെയും പൊക്കും കേട്ടോ, എന്റെ കണക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ എവിടം വരെ എത്ര പില്ലറുണ്ട്, എവിടം വരെ ഉണ്ട്, ഇതെല്ലാം. കഅബയുടെ പില്ലർ ലാസ്റ്റ് ബേസ്മെന്റ് എവിടെയെന്നറിയാവോ? 7ാമത്തെ ഭൂമിയുടെ അടിയിലാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായി ലൈസ് റളിയല്ലാഹു തആല അൻഹു, ലൈസ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഹാദൽ ബൈത്ത്, ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ഭവനമുണ്ടല്ലോ, ഈ കഅബയുണ്ടല്ലോ, ഇത് 15 ബൈത്താ. 15ാമത്തെ കഅബയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. 15ാമത്തെ കഅബ. സബഅത്തും മിൻഹാ ഇല സമാഇ സാബിആ. 7 കഅബ മുകളിലേക്കാണ്, ആകാശ ലോകത്തേക്കാണ്. വഇലാഹ അല്ലദീ യലി അൽ അർശ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അർശിനോട് ചേർന്ന് നിൽക്കുന്നു 1ാമത്തെ കഅബ. അതിന് പറയപ്പെടുന്നത് ബൈത്തുൽ മഅമൂർ എന്നാണ്. 1ാമത്തെ കഅബ അവിടെയാണ്, അർശിന്റെ തൊട്ട് താഴെ. അവിടുന്ന് 7 കഅബ കഴിഞ്ഞ് 8ാമത്തെ കഅബയാണ് മക്കയിൽ നമ്മൾ ഇന്ന് കാണുന്നത്. സബഅത്തും മിൻഹാ ഇലാ തഖൂമിൽ അർദ്. അതിൽ നിന്ന് 7 കഅബ താഴേക്കുള്ള 7 ഭൂമിയോട് ചേർന്നാണ്. ലികുല്ലി ബൈത്തിൻ മിൻഹാ ഹറമുൻ കഹറമി ഹാദൽ ബൈത്ത്. ഇന്ന് നമ്മൾ കാണുന്ന കഅബയുടെ മുറ്റം പോലെ, ചുറ്റുഭാഗങ്ങൾ പോലെ
അതേപോലെ എല്ലാ കഅബകൾക്കും എല്ലാ ആരാധനാലയങ്ങൾക്കും മുറ്റമുണ്ട്, ചുറ്റുമതിലുണ്ട്, ഹറമിന്റെ പരിധിയുണ്ടെന്ന് കമാ ഖാല റസൂലുള്ളാഹി. വഇന്ന ഖവാഇദ ലഫി സാബിഅത്തി സുഫ്ലാ. ഏറ്റവും താഴെയാണ് ഇതിന്റെ ആ പിടിയുള്ളത്, ബേസ്മെന്റ്. ലൗ സഖത മിൻഹാ ബഅ്ളുൻ ലസഖത ബഅ്ളുൻ അലാ ബഅ്ൾ. ഇതിലേതെങ്കിലും ഒരു കഅബ വീണു പോയാൽ ഓരോന്നും അതിന്റെ മുകളിൽ വീണ് തകർന്നു പോകുമത്രേ. അങ്ങനെയാണ് ആ സിസ്റ്റത്തെ അല്ലാഹു തആല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വാക്കല്ലേ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ കാണണ്ടേ, പോകണ്ടേ, കഅബ കാണണ്ടേ, പോകണ്ടേ. നമുക്ക് നാവുള്ളതുപോലെ, നമുക്ക് ചുണ്ടുള്ളതുപോലെ അല്ലാഹു കഅബയ്ക്കും ചുണ്ടു കൊടുത്തു. നമുക്ക് നാവുള്ളതുപോലെ, ചുണ്ടുള്ളതുപോലെ ഖബറിനും അല്ലാഹു തആല നാവ് കൊടുത്തിട്ടുണ്ട്, ചുണ്ടു കൊടുത്തിട്ടുണ്ട്. ഖബറിനും നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നും മിണ്ടുന്നില്ല, സൈലന്റ് ആണല്ലോ, സൈലന്റ്. അതെ, പള്ളിക്കുണ്ട്, ഈ പള്ളിക്കുണ്ട്. പള്ളിയിലേക്ക് ഞാൻ കയറുന്നില്ല, ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. എല്ലാത്തിനുണ്ട് ചുണ്ട്, നാവും ചുണ്ടുണ്ട്. ഇന്നൽ കഅബത, ജാബിർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇന്നൽ കഅബത ലഹാ ലിസാനു വശഫതാൻ. കഅബയ്ക്ക് നാവുണ്ട്, രണ്ട് ചുണ്ടുകളുണ്ട് കേട്ടോ. വലഖദ് ഇസ്തഖത, ആ കഅബ അല്ലാഹുവിനോട് ആവലാതിപ്പെടുകയാണ്, യാ റബ്ബി, പടച്ചവനെ, ഖല്ല ഉവാദി വഖല്ല സുവാരി. എന്നെ കാണാൻ വരുന്നവർ, എന്നെ സന്ദർശിക്കാൻ വരുന്നവർ പറ്റേ നന്നെ കുറഞ്ഞു പോയല്ലോ പടച്ചവനെ, പറ്റ കുറഞ്ഞു പോയല്ലോ അല്ലാ. എന്നെ കാണാൻ വരാൻ എന്തേ നിന്റെ ദാസന്മാർക്ക്, ദാസിമാർക്ക് ഇഷ്ടമില്ലേ? ഫൗഹല്ലാഹു അസ്സ വജൽ. ഉടനെ അല്ലാഹു തആല കഅബയോട് അറിയിച്ചു കൊടുക്കുകയാണ്, നീ വിഷമിക്കണ്ട, നീ ദുഃഖിക്കണ്ട, പ്രയാസപ്പെടല്ലേ. ഇന്നി ഖാലിഖും ബശറാ ഖുശഅൻ സുജദാ യഹിന്നൂന ഇലൈകി കമാ തഹിന്നുൽ ഹമാമതു ഇലാ ബൈതിഹാ. ഞാൻ ഭയഭക്തിയുള്ള, നമസ്കാരമുള്ള, സുജൂദ് ചെയ്യുന്ന, റുകൂ ചെയ്യുന്ന, അല്ലാഹുമായി കൂടുതൽ ബന്ധമുള്ള കുറെ ആളുകളെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് കേട്ടോ. അവർ നിന്നിലേക്ക് ഒഴുകിയെത്തുമത്രേ. മാടപ്രാവുകൾ അതിന്റെ കൂട്ടത്തിലേക്ക്, അതിന്റെ കൂട്ടിലേക്ക് പറന്നു പോകുന്നത് പോലെ നിന്നിലേക്ക് ആ സാദിഖളായ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഖാശിഈങ്ങളായ, റാക്കിഈങ്ങളായ, സാജിദീങ്ങളായ സദ്വർത്തർ നിന്നിലേക്ക് അഭയം തേടി വരും കേട്ടോ. അതുകൊണ്ട് നീ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല. വല്ലവരും അവര് കുറഞ്ഞു പോയാൽ ഞാൻ മലക്കുകളെ കൊണ്ട് നിന്റെ ആവലാതി പരിഹരിച്ചു തരാം എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കഅബ ഷരീഫിനോട് പരാതി പറഞ്ഞു. അല്ലാഹു മറുപടി പറഞ്ഞു അത്രേ. കഅബയോട് അല്ലാഹുവിന്റെ മറുപടി, വിഷമിക്കണ്ട, നീ വിഷമിക്കണ്ട, ഞാൻ ആളിനെ കൊണ്ടുതരും. നിന്നെ ചുറ്റി 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 ആള് നിൽക്കുക. ഖിയാമത്ത് നാളിന്റെ അടയാളം, ലാ തഖൂമുസ്സാ ഹത്താ ലാ യുഹജ്ജൽ ബൈത്ത്. ഒരാൾ പോലും ഹജ്ജ് ചെയ്യാൻ കാലം, ഒരാൾ പോലും ഹജ്ജിനോട് താല്പര്യമില്ലാതെ പരിശുദ്ധമായ ഹറമിലേക്ക് ലക്ഷ്യം വെച്ച് പോകാൻ ഒരാൾ പോലും തയ്യാറാകാത്ത ഒരു കാലം വന്നാൽ അത് ഖിയാമത്ത് നാളാണ്, അത് ഖിയാമത്ത് നാളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗ തറകന്നാസു കുല്ലുഹും അൽ ഹജ്ജ സനതൻ ലഖറത്തിസ് സമാഉ അലൽ അർളി. ജനങ്ങളെങ്ങാനും ഒരു വർഷത്തിൽ ഹജ്ജിന് പോകാതെ അവർ മടിയന്മാരായി, മടയന്മാരായി, പിശുക്കന്മാരായി കഴിഞ്ഞുകൂടിയാൽ, ഹജ്ജിന് വേണ്ടിയിട്ട് ഒരാൾ പോലും ആ കഅബ ഷരീഫിലേക്ക് പോയിട്ടില്ല എങ്കിൽ ലഖറത്തിസ് സമാഉ അലൽ അർളി, അവരുടെ മേലേക്ക് ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. കാരണം എന്താ? നമ്മുടെ നിലനിൽപ്പാണ് കഅബ. ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാമ ഖിയാമൻ ലിന്നാസ്. ജനങ്ങളുടെ നിലനിൽപ്പാണ് കഅബ. ആ കഅബ തകർന്നാൽ ഭൂമിയിൽ നിനക്ക് സ്ഥാനമില്ല കേട്ടോ. ആ കഅബ നശിച്ചാൽ മനുഷ്യ നിനക്ക് ഉപജീവനം ലഭിക്കില്ല കേട്ടോ. അതുകൊണ്ട് മാസാല ഖിയാമ, ആ കഅബ
കഅബ ശരീഫ് നിലനിൽക്കുന്നിടത്തോളം കാലം, അവിടെ ജനങ്ങൾ ഹജ്ജ് ചെയ്യുന്നിടത്തോളം കാലം ലോകം അസ്തമിക്കുകയേ ഇല്ല. ലോകം അസ്തമിക്കൂല, ലോകാവസാനം ഉണ്ടാവൂല. ലോകം അസ്തമിക്കുന്ന ഒരു കാലം വരും. ഹബീബായ തങ്ങൾ പോലും പറഞ്ഞില്ലേ, ലാ യുഹജ്ജൽ ബൈതു, അന്ന് ആ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഒരാളും ഉണ്ടാവില്ല. ഇന്ന് മദീന പള്ളിയുടെ ഉമ്മറപ്പടികളുണ്ടല്ലോ, ആ മദീന പള്ളിയുടെ ഉമ്മറപ്പള്ളികളിലൂടെ ആടുമാട് ഒട്ടകങ്ങൾ മേഞ്ഞ് നടക്കുമത്രേ. ഒരാൾ പോലും ആ മദീനയിൽ കാണൂല, ഒരാൾ പോലും സിയാറത്തിന് വരൂല. പരിശുദ്ധമായ മദീനയെ മക്കയെ ജനങ്ങൾ അവഗണിക്കുന്ന ഒരു കാലം നിങ്ങൾ കണ്ടാൽ അത് ലോകാവസാനത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചോണേ. ഇനിയിപ്പോ അതാ വരാൻ പോണത്. കാരണം ഇപ്പൊ ഫുലൂസ് കൂടുതലാണ്. പണ്ടൊക്കെ 2 ലക്ഷം 3 ലക്ഷം രൂപയ്ക്ക് ഹജ്ജിന് പോകാം, ഇപ്പൊ 8 ലക്ഷം രൂപയ്ക്കാ. ഇനി അവൻ ചിന്തിക്കും, ഭാര്യയും ഭർത്താവും പോണെങ്കിൽ 16 ലക്ഷം അറ്റാക്ക് വരായിരുന്ന കൊള്ളാം. 16 ലക്ഷത്തിൽ 4 ലക്ഷം ആൻജിയോപ്ലാസ്റ്റി ചെലവാകും. ഹജ്ജിന് വേണ്ടി എടുത്തു വെച്ചിരുന്ന ഒരു ഏങ്ങക്കം അതോട് വീണ്. ഇനി അടുത്ത വരാൻ പോണതാണ്, ലക്ഷങ്ങൾ കൊടുക്കണം ഹജ്ജിന് പോകണമെങ്കിൽ. അത് തന്നെ സംഭവം. നല്ല ചാൻസ് കിട്ടിയപ്പോൾ, അവസരം കിട്ടിയപ്പോൾ ഒന്നും പോകാതിരുന്ന് പിന്നെ ആകട്ടെ നാളെ ആവട്ടെ അടുത്ത വർഷം പോകാളിയ. അളിയ 40 വയസ്സല്ലേ ആയുള്ള അളിയ, ഇതൊരു 5 വർഷം കഴിഞ്ഞ് പോകാളിയ ഇൻഷാ അല്ലാഹ്. 5 വർഷം ഇവൻ്റെ കയ്യിലുള്ള മലക്കുൽ മൗത്ത് ഇവനെ ഫോൺ വിളിച്ച് പറഞ്ഞോ, നീ 5 വർഷം കഴിഞ്ഞ് പോയാൽ മതി സുബൈറെ, ഞാൻ നിന്നെ 5 വർഷം കഴിഞ്ഞേ പിടിക്കുള്ളൂ, നീ വിഷമിക്കേണ്ട. എന്താ ഇവനെ വിളിച്ച് പറഞ്ഞ പോലെ ഇവൻ്റെ പറച്ചിൽ കേട്ടാൽ. നിങ്ങൾക്ക് ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ധൃതി കാണിച്ച് പോകണേ, പെട്ടെന്ന് പോകണം. 40 വയസ്സ് 30 വയസ്സ് പ്രായപൂർത്തിയെത്തി പോയിക്കോ. ആ ഹക്ക്, ആ ബാധ്യത നിർവഹിച്ചേരെ. നീ പിന്നെ തെറ്റ് ചെയ്താൽ അള്ളാഹ് തൗബ ചെയ്യും. ഞാൻ തെറ്റുകാരനായി പോയി. ഇപ്പൊ ഹാജിമാരൊക്കെ പോയിട്ട് ഹജ്ജിന് പോയിട്ട് വന്നവരൊക്കെ ഇപ്പൊ തെറ്റ് ചെയ്യാതിരിക്കുക, ഹാജിമാരൊക്കെ ഇപ്പൊ തെറ്റ് ചെയ്യാതിരിക്കുക, ഹജ്ജുമ്മമാരൊക്കെ തെറ്റ് ചെയ്യാതിരിക്കുക അല്ലേ? അവളൊക്കെ ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് നമ്മളിൽ സ്വീകരിക്കും. മനുഷ്യന്റെ അവന്റെ കൂടപ്പിറപ്പാണ് തെറ്റെന്ന് പറയുന്നത്. അതിനാണ് അള്ളാഹ് തൗബ വെച്ചത്. ഈ തൗബ എന്നുള്ള സംവിധാനം എല്ലാ ദിവസവും നമ്മളത് ചെയ്യണം. പക്ഷെ കഅബയെ നിങ്ങൾ കണ്ടിരിക്കണം, നല്ല നിയത്തോടുകൂടി കഅബയെ കണ്ടിരിക്കണം. ആ കഅബയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നാളെ മഹ്ശറിൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ കഅബയെ കെട്ടിപ്പിടിച്ചിട്ട് പോകാം. വഅന്നൽ കഅബത തുഹശറു കൽ അറൂസിൽ മസ്ഫൂഫാ വകുല്ലു മൻ ഹജ്ജഹാ يتعلق بأستارها يسعون حولها حتى تدخل الجنة فيدخلون معها. പരിശുദ്ധമായ കഅബയെ നാളെ പുതുമണവാട്ടിയെ പോലെ അണിയിച്ചൊരുക്കപ്പെടുന്ന ഒരു കാലം വരും കേട്ടോ. അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അന്ന് കഅബയെ അണിയിച്ചൊരുക്കപ്പെടുകയാണ്. കഅബയെ അള്ളാന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ആ കഅബ ഷരീഫിനെ കൊണ്ടുപോകുമ്പോ ആ കഅബ അള്ളാഹുവിനോട് ആവലാതി പറയുകയാണ്, പടച്ച റബ്ബേ, എന്നെ വന്ന് കണ്ടവർ, എന്നോട് ചേർന്ന് നിന്നവർ, എന്നെ വലയം ചെയ്തവരെയും എന്നോടൊപ്പം നീ കൂട്ടിയിണക്കാതെ ഞാൻ ഇവിടെ നിന്ന് ചലിക്കില്ല അല്ലാ. കണ്ടോ, കഅബയെ കൂട്ടിക്കൊണ്ടുപോകാൻ 70,000 മലക്കൾ വന്നിട്ട് കെട്ടി വലിച്ചിട്ട് പോകുമ്പോൾ കഅബ പറയും, ഞാൻ വരൂല. ഞാൻ വരണമെങ്കിൽ എന്നെ ആരെല്ലാം ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടോ അവരെ മുഴുവനും എന്റെ കൂട്ടത്തിൽ കൊണ്ടുപോവാ. ഹജറാക്ക് എന്നാ ഞാൻ വരാം. അന്നൽ കഅബത തുഹ്ശറു കൽ അറൂസിൽ മസ്ഫൂഫാ. അണിയിച്ചൊരുക്കപ്പെട്ട പുതുമണവാട്ടിയെ പോലെ ഇങ്ങനെ ഇരിക്കാണ് പോകാൻ വേണ്ടിട്ട്, അള്ളാന്റെ കോടതിയിലേക്ക് പോകാൻ വേണ്ടിട്ട്. പോകണോ? അള്ളാന്റെ കോടതിയിലേക്ക് പോകണോ? ഞാൻ വരാം. പക്ഷെ എന്നെ വന്ന് ഹജ്ജ് ചെയ്തവർ ഇവിടെ കൊണ്ടുപോവാ. ഈ കഅബയിൽ വന്നവരെ ഇവിടെ കൊണ്ടുപോവാ. ആ കഅബയുടെ പരാതി അള്ളാഹ് സ്വീകരിച്ചിട്ട് യതഅല്ലഖു ബിഅസ്താവ കുല്ലു മൻ ഹജ്ജാ യതഅല്ലഖു ബിഅസ്താരിഹാ വയസ്ഊന ഹൗലഹു ഫതാ തദ്ഖുലൽ ജന്ന ഫയദ്ഖുലൂന മഅഹു. അങ്ങനെ എല്ലാവരും വരും. ഹജ്ജിന് പോയവർ, ആ കഅബയെ കണ്ടവർ, കഅബയെ വലയം ചെയ്തവർ, ഹജറുൽ അസ്വദ് മുത്തിയവര്, അവരെല്ലാവരും ആ കഅബയിലെത്തും. ആ കഅബയിലെത്തി അതിനെ കയറി കെട്ടിപ്പിടിക്കും. അതിനോടൊപ്പമായിരിക്കും മഹ്ശറയിലേക്ക് പോവുക. അങ്ങനെ ഒരു ചാൻസ് വേണമെങ്കിൽ പോയിക്കോ. നാളത്തേക്കൊന്നും മാറ്റി വെക്കരുത്. ഈ വർഷം ചാൻസ് ഉണ്ടോ ചോദിച്ചു നോക്ക്. പെട്ടെന്ന് പോ. അടുത്ത വർഷം കിട്ടിക്കൊള്ളണമെന്നില്ല. ചെറിയ കാര്യമല്ലത്. അള്ളാഹ് വിളിക്കല്ലേ നമ്മളെ, നീ വാന്ന് അങ്ങോട്ടേക്ക് വാന്ന് വിളിക്കാൻ. യാത്ര എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. യാത്രയെ അള്ളാഹ് ഖുർആനിൽ പരിചയപ്പെടുത്താണ്. അതാ ഖുർആൻ. എല്ലാം ഉണ്ട് ഖുർആനില്. യാത്രയെ അള്ളാഹ് പരിചയപ്പെടുത്താണ്. പരിശുദ്ധമായ ഖുർആനിൽ യാത്രയെ കുറിച്ച് അള്ളാഹ് ഫംശൂ
സീറൂ ഇസ്ഔ സാരിഉ സാബിഖു ഫിറൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിന്റെ പല ഭാഗങ്ങളിലൂടെ യാത്രയെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ആ യാത്രയ്ക്ക് ഒരു അതിനൊക്കെ അല്ലാഹു ഒരു ലിമിറ്റ് ഉണ്ട്. ആ യാത്രയെ കുറിച്ച് ഫംശു എന്നുള്ള പറഞ്ഞു. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഭൂമിയിലേക്ക് ഓടുന്നവരെ കുറിച്ച്, പണം സമ്പാദിക്കാൻ പോകുന്നവരെ കുറിച്ച്, കച്ചവടത്തിന് വേണ്ടി ഓടുന്നവരെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരോട് നൽകുന്ന ഉപദേശമാ. ഈ ഭൂമിയെ നിങ്ങൾക്ക് ഞാൻ വിധേയമാക്കി തന്നിട്ടുണ്ട് കേട്ടോ, ധൃതി പിടിച്ചോടണ്ട. ഫംശൂ, മെല്ലെ മെല്ലെ നടന്ന് നീ പോയാ മതി കേട്ടോ. ഖുർആൻ പറഞ്ഞ വാക്കതാണ്. കച്ചവടത്തിന് പോവാനേ ജസ്റ്റ് പതുക്കെ പോടോ. എന്നിട്ട് അല്ലാഹ് അടുത്ത് ഉപയോഗിച്ച് വാക്കെന്നറിയാവോ? ധൃതി കൂട്ടേണ്ടത് എന്തിനാണെന്നറിയാവോ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാഹ് മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ. ബാങ്ക് വിളി കേട്ടാൽ, ജുമാക്ക് ജമാഅത്തിന് ബാങ്ക് വിളി കേട്ടാൽ കട അടച്ചിട്ട് ധൃതി കൂട്ടി നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കാൻ ഓടണേ. അവിടെ അള്ളാഹ് പറഞ്ഞ വാക്ക് സഅയ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് പെട്ടെന്ന് ഓടിപ്പോയി സഅയ് ചെയ്യുന്നത്? ധൃതി കൂട്ടി പെട്ടെന്ന് പോ. ബാങ്ക് വിളിച്ചാല് അള്ളാന്റെ കാര്യം, ഷട്ടറിട്, കടയ്ക്ക് ഷട്ടറിട്, പെട്ടെന്ന് പള്ളിയിൽ പോ. നമ്മൾ തിരിച്ചല്ലേ, ഓപ്പോസിറ്റ്. നിസ്കാരം കഴിഞ്ഞാൽ ഓടും പെട്ടെന്ന് കട തുറക്കാൻ. സുബൈക്ക് ജമാഅത്ത് നടന്നാലും ആദ്യമേ പോയി നിസ്കരിച്ചിട്ട് പെട്ടെന്ന് മീൻകച്ചവടത്തിന് ഓടിപ്പോവും. നിസ്കരിക്കാൻ വരുമ്പം ഖുത്തുബായ്ക്ക് ജുമായുടെ സമയത്ത് ഉസ്താദത്തിനുണ്ടെങ്കിൽ ഖുത്തുബ 1:15 കയറുന്നത്. ഇനി ഉണ്ടല്ലോ ആ സമയം നെല്ല് പതുക്കെ. അപ്പോഴത്തെ 2 കസ്റ്റമർ, 3 ബംഗാളി കൂടെ വരാനുണ്ട്. അവനോട് കച്ചവടം 1:15 വരത്തുള്ളൂ, എപ്പോഴും അങ്ങനെ. അതോടെ മേടിച്ചിട്ട് പോവാം. അവൻ്റെ കച്ചവടം കഴിഞ്ഞ് 1:20 ആകുമ്പോൾ ഉസ്താദ് മെമ്പറിൽ കയറുമ്പോഴാണ് ഇവൻ വരുന്നത്. അള്ളാഹ് പറഞ്ഞ എന്താ? ഫസ്ഔ, ധൃതി കൂട്ടുന്നു. പക്ഷെ കച്ചവടത്തിന് ധൃതി കൂട്ടിയിട്ട് അള്ളാഹുവിൻ്റെ തർത്തീബിന് നമുക്ക് ധൃതി കുറവ്. അള്ളാഹ് പറഞ്ഞങ്ങനെ കച്ചവടത്തിന് പോകുമ്പോൾ ഫംശൂ, നീ മെല്ലെ പോ, നീ അപ്രാളൊന്നും കാണിക്കണ്ട, മെല്ലെ പോ. ദിക്റിന് വേണ്ടി പെട്ടെന്ന് വാ. നമ്മൾ ഉൾട്ട. പിന്നെ അല്ലാഹു തആല പറഞ്ഞു, ഖുൽ സീറൂ ഫിൽ അർള് ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലികും. നിങ്ങൾക്ക് മുമ്പുള്ളവരുടെയൊക്കെ അനുഭവങ്ങൾ എന്താ, അനുഭവ സമ്പത്തിനെ കുറിച്ച് പഠിക്കുമെന്ന് യാത്ര ചെയ്യും. സഞ്ചരിക്ക്, സൈർ, ഇങ്ങനെ പോവാണ്. അതിനൊരു യാത്ര ചെയ്ത് നോക്കുമ്പോൾ അറിയാം. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മഗ്ഫിറത്തിന് വേണ്ടി ധൃതി കൂട്ടണേ. ഇവിടെ അറബികളെ പോലെ യാ അല്ലാഹ് സുറ എന്ന് പറയണമെങ്കിൽ പെട്ടെന്ന് വേഗം മൂവ് ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ പോകണേ. എന്തിനാണെന്നറിയുവോ? മഗ്ഫിറത്തിന് വേണ്ടി ധൃതി കൂട്ടണേ. മഗ്ഫിറത്ത് പാപമോചനത്തിന് ധൃതി കൂട്ടണം. കാരണം പറഞ്ഞാൽ അടിച്ചു പോയാൽ അറിയില്ലല്ലോ, എപ്പോഴാണ് അടിച്ചു പോകുന്ന അറിയില്ല. തെറ്റ് ചെയ്തിട്ട് വന്ന് രാത്രി കിടന്നുറങ്ങി തൗബ ചെയ്യാതെ ഉറങ്ങി രാത്രി അങ്ങനെ അടിച്ചു പോയാൽ അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ, തൗബ ഇല്ലാതെ വലിച്ചു കൊണ്ടൊരവസ്ഥ വരൂലേ. എപ്പോഴും തൗബ ചെയ്യണം. എപ്പോഴും രാത്രി ക്ലിയർ ചാറ്റ്. നമ്മൾ രാവിലെ മുതലേ ഇരുന്ന് അവളെ ചാറ്റി ലാസ്റ്റ് കൊണ്ടാട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ക്ലിയർ ചാറ്റ് അടിക്കുന്നത് പോലെ അടിച്ചിട്ട് കിടന്നോ? നിങ്ങളും രാത്രി അടിച്ചിട്ട് കിടന്നോ? യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹി ജമീആ ഫഇന്നി അതൂബു ഇലല്ലാഹി കുല്ല യൗമിൻ അക്സറ മിൻ 70 മറ. ജനങ്ങളെ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് നിങ്ങൾ മടങ്ങണേ. എല്ലാ ദിവസവും ഞാൻ 70-ൽ പരം പ്രാവശ്യം അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചിട്ടാണ് രാത്രി ഞാൻ ഉറങ്ങാറുള്ളത്. നമ്മളെവിടെ രാത്രി എല്ലാം ഹായ് ബൈ മിസ് യു സീ യു. നമ്മുടെ തൗബ ഇതാ, രാത്രിയത്തെ തൗബ ഖലാസ്. ഇതാണോ നമ്മളത് അല്ലാഹു റസൂൽ പറഞ്ഞത്? മനുഷ്യനാ തെറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ തൗബ ചെയ്തിട്ട് രാത്രി ഉറങ്ങാവൂ. രാവിലെ എഴുന്നേക്കാൻ പറ്റിയില്ല എന്ത് ചെയ്യും?
വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ശരിയടാ, നാളെ രാവിലെ 7 മണിക്ക് നീ പായിപ്പാട് വന്നാ മതി, കാണാമെന്ന് പറഞ്ഞിട്ട് ഉറങ്ങുന്നവനാ. രാവിലെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഉമ്മ വന്ന് വിളിച്ചു നോക്കുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പറഞ്ഞു, ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞാണല്ലോ രാവിലെ വരാന്ന്, പിന്നെ എന്ത് സംഭവിച്ചു? അബ്ദുൾ റസാഖ് ഉസ്താദ് ജുമാസ്കരിക്കാൻ പള്ളി പോയി വീട്ടിൽ വന്നു, ഭാര്യയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു, മരിച്ചു. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ, അള്ളാഹു റഹ്മത്ത് കൊടുക്കട്ടെ. മനുഷ്യൻ്റെ അവസ്ഥ. ഒരു ഉസ്താദിനെ തൊടുപുഴയിൽ തന്നെ സുബഹിസ്കരിച്ച് ദിക്ർ എല്ലാം വേണ്ടിയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച തൊടുപുഴയിൽ തന്നെ ഒരു ഉസ്താദ് ജുമാ പ്രസംഗം കേട്ടോണ്ടിരുന്നു, മരിച്ചു. എന്താ ഇത്? നമ്മളിതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ അബീവേ? ഇങ്ങനെയൊക്കെ ഇതൊക്കെ നമുക്ക് ഓർക്കൂടെ സന്തോഷമാണ്, നല്ല മരണമാണല്ലോ എന്ന്. വെള്ളിയാഴ്ച ദിവസം من مات يوم الجمعة أو ليلة الجمعة أجير من عذاب القبر كما قال عليه السلام. വെള്ളിയാഴ്ച രാവിലെ മരിച്ച ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്നാണ്. അല്ലാഹു തആല മഹത്തുക്കൾക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഇനി അടുത്ത വർഷം പോകാം, ഈ ഹജ്ജിന് 10 വർഷം കഴിയട്ടെ, ഒരു 50-45 വയസ്സാവട്ടെ എന്നൊക്കെ നമ്മൾ കരുതും. നമുക്ക് നാളെ നേരം വിളിക്കുമ്പോൾ നമ്മൾ ഉണരുമോന്ന് തന്നെ നമുക്കറിയില്ല. അതാണല്ലോ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ ദിവസവും തൗബ ചെയ്ത് അതിന് ധൃതി കൂട്ടണം എന്ന് പറഞ്ഞതാണ്. നമ്മൾ താമസിപ്പിക്കും, പിന്നെ തൗബ ചെയ്യാളിയാ ഇല്ല, ചെയ്തിട്ട് കിടന്നോ ഇന്ന് നീ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് അല്ലാഹു അവിടെ ഉപയോഗിച്ചത്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. അവിടെ ധൃതി കൂട്ടണം എന്ന് പറഞ്ഞത്. അപ്പൊ ചില ആളുകളൊക്കെ പള്ളിയിൽ ഇരുന്ന് ഇങ്ങനെ കരയുന്ന കാണാം, ഭയങ്കരമായി പൊട്ടി കരയുന്ന കാണാം കേട്ടോ. പള്ളിയിലൊക്കെ നമ്മൾ കയറുമ്പോൾ എന്തോ ഒരു കരച്ചിലാണ്. അല്ലാഹ് ഇത് കാണുമ്പോൾ ഇവന്റെ കൽബ് പൊട്ടണം. അപ്പൊ ഇവൻ എന്ത് ചെയ്യണം? അയാള് ഇത്രയും കരയുന്ന പടച്ചവനെ, ആള് കരയുന്ന ഇത്രയും സിറാജ് ഉസ്താദൊക്കെ കരയുന്നതാണെന്ന് എനിക്ക് വിഷമം, എനിക്കൊരു കരച്ചിൽ വരുന്നില്ലല്ലോ. ഈ കരച്ചിലിന്റെ ഇജാസത്ത് അങ്ങേരെയും വാങ്ങിക്കണം. കരയുക വലിയ കാര്യമാണ്, അള്ളാഹ് വലിയ ഇഷ്ടമാണ് ഈ കരച്ചിൽ. നീ കരച്ചിൽ വന്നില്ലെങ്കിൽ ഫതബാക്കോ, കരയുന്നത് പോലെ അഭിനയിക്കണമെന്നാണ്. അതിനും കൂലിയാണ് അല്ലേ? ദുആരക്കുമ്പോ അത് അള്ളാഹ്ക്ക് ഇഷ്ടാണത്. കരയുന്നത് അഭിനയിക്കലും അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. കരയണം, ഒരു വലിയൊരു കാര്യമാണ്. കണ്ണുനീര് വരുന്നില്ല നമുക്ക്. ആടുജീവിതം കണ്ടാലേ കരയാൻ പറ്റുന്നുള്ളൂ. എന്ത് ചെയ്യാനാ പറ്റുന്നു ഉസ്താദ്? ഒരു കോളെ വിളിച്ചിട്ട് പറയാ, ഓ കരഞ്ഞ് തിയേറ്ററിൽ ഇരുന്നോണ്ട് വിളിക്കുക, കരഞ്ഞ് ഉപ്പാട് വന്ന് ഇനി കരയാൻ കണ്ണുനീരില്ല. റമദാൻ മാസം കഴിഞ്ഞ് പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം രാത്രി പോയി സിനിമ കണ്ടിട്ട് പറയുക, കരഞ്ഞ് ഉപ്പാട് വന്നെന്ന്. ഏതെങ്കിലും ഒരു ദിവസം രാത്രി ലൈലത്തുൽ ഖദർ രാവിലെ കരഞ്ഞോ അള്ളാന്റെ അടുക്കൽ? കണ്ണുനീര് അതിന് വരില്ല, ശൈത്താൻ്റെ കണ്ണുനീര് വരുള്ളൂ. സീരിയലാണ് നമ്മുടെ താത്തമാർ കരയുന്നത്, എന്തോരം കരച്ചിലാണ്, എന്ത് വലിയ കരച്ചിലാണ്. അല്ലാത്ത സമയത്ത് ഖുർആൻ ഓതുമ്പോൾ ഒന്നൊരു കരച്ചിൽ വരുമോ? നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു കരച്ചിൽ വരുമോ? അദാബിന്റെ ആയത്ത് വരുമ്പോൾ ഒരു കരച്ചിൽ വരുമോ? സഹാബാക്കളൊക്കെ ഒരു ആയത്ത് കേട്ടിട്ട് ബോധം കെട്ട് വീണു. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബിതങ്ങൾ ഓതുന്നത് കേട്ട് ബോധം കെട്ട് വീണു. ബോധം കെട്ട് വീണുപോയി. നമുക്ക് എവിടെ ബോധം ഉണ്ടായിട്ട് വേണ്ടേ കേടാൻ? അതാണ് നമുക്ക് അതിന്റെ ലബ്ധത്തില്ല എന്ന് പറഞ്ഞത്. ഈ ഖുർആൻ ഓതുമ്പോൾ അല്ലെങ്കിൽ ആയത്തിൻ്റെയോ ഹദീസിൻ്റെയോ അല്ലെങ്കിൽ ആഖിറത്തിൻ്റെയോ ആ നരകത്തിൻ്റെ ആയത്തൊക്കെ ഒന്ന് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഗൗരവം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ഒരാളിരുന്ന് ഇങ്ങനെ പൊട്ടിക്കറിഞ്ഞ് ദുആരക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? പെട്ടെന്ന് അയാൾ ദുആരക്കുന്നു, എനിക്ക് അയാളെ കവച്ചു വെക്കണം, അയാളോട് മത്സരിക്കണം, ഞാനും അതിനേക്കാൾ പൊട്ടിക്കറിഞ്ഞ് ദുആരക്കും. അതിനല്ല ഉപയോഗിച്ച് വെക്കുന്നറിയോ? സാബിഖു മുസാബഖ, മത്സരിക്കണം. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം വേണോ? നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ പശ്ചാത്തപിച്ച് കിടമത്സരം നടത്തണേ. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം തരാന്നല്ല പറഞ്ഞത്. അതിന്റെ വിസ്തീർണത്തെ കുറിച്ച് പറയാൻ ഇവിടെ സമയമില്ല. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്കിപ്പോൾ അതൊക്കെ ഒരു ഗാലക്സിയെ കുറിച്ച് ഇന്ന് പഠിക്കുന്ന കുട്ടികളാണല്ലോ. നിങ്ങൾ ചിന്തിച്ചാൽ മതി ഒരു ഗാലക്സിയുടെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന്. ഒരു ഗാലക്സിയുടെ വലിപ്പം എത്ര ഉണ്ട് നിങ്ങളങ്ങ് ചിന്തിച്ചാൽ മതി. അപ്പൊ അതിന്റെ വലിപ്പം എത്രത്തോളം വലുതാണെങ്കിൽ ആകാശഭൂമിയോളം വിശാലമായ ഒരു സ്വർഗം തരാൻ അല്ലാഹു പറയുന്നതൊന്നും വലിയ കാര്യമേ അല്ല.
വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. ആകാശത്തിന്റെ പണിയൊന്നും ഞാൻ നിർത്തിയിട്ടില്ല കേട്ടോ. ആകാശം 1923 എഡ്വേർഡ് ഗിബ്ബൺ കണ്ടുപിടിച്ചത് 300 ഗാലക്സികളാണ്. ഇന്ന് കോടാനകോടി ഗാലക്സികളുണ്ട്. ഗാലക്സിയുടെ കളവ് എത്രത്തോളം ഒക്കെ പഠിക്കുമോ നിങ്ങൾ അങ്ങനെ നോക്കിയാൽ മതി. അതിന് വിശദീകരിച്ചോണ്ടിരിക്കാൻ സമയമില്ല. അതൊക്കെ കുട്ടികൾക്ക് അറിയാമല്ലോ ഒരു ഗാലക്സി തന്നെ എത്ര ഉണ്ടെന്ന്. അപ്പോൾ ആകാശഭൂമിയുള്ള വിശാലായ സ്വർഗം എന്നൊക്കെ പറയുമ്പോൾ അതിലൊന്നും വലിയ അത്ഭുതമൊന്നും ആർക്കും വേണ്ട. വലിയ അത്ഭുതമൊന്നും അങ്ങനെ ഒരു സ്വർഗം വേണം നിങ്ങൾക്ക്. സാബിഖൂ, നിങ്ങൾ മത്സരിക്കണേ മത്സരിക്കണേ. അങ്ങനെയല്ലേ സഹാബാക്കൾ മത്സരിച്ചത്. സഹാബാക്കൾ മത്സരിച്ചത് അങ്ങനെയാണ്. അതിനുവേണ്ടി ധൃതി കൂട്ടി മത്സരിച്ചു. നമ്മൾ മത്സരിക്കും. ഒരാൾ പൊട്ടിക്കരയുന്നുണ്ട് നമുക്കും കരയണം, നമുക്കും കരയണം. ബക്കറ്റ് എടുത്തോളി. ബക്കറ്റൊക്കെ എടുക്കാമല്ലോ. മഴ വരുമ്പോൾ ഒരു പേടിയാണ്. മഴ വരുന്ന എല്ലാവരും പോയി കളയുമോന്ന് ബക്കറ്റ് അല്ലേ? അങ്ങനെ ഒരു പേടി ഉണ്ടാവും അല്ലേ? അതൊന്നുമില്ല, ഇപ്പം എല്ലാം കഴിഞ്ഞില്ലേ? ഇൻഷാ അല്ലാഹ് എടുത്തോളി. എൻ്റെ ആളെ ബാബാ സംഘാടകർ എവിടെ? സുൽവി ബക്കറ്റ് ഇടുക. സൂഫി ഇബ്രാഹിം മൂസ. അല്ലാഹുവേ പടച്ചവനെ ബർക്കത്ത്. നേരത്തെ തുടങ്ങിയ പരിപാടിയാണ്. അപ്പം മഗ്‌രിബ് തുടങ്ങിയ പരിപാടിയാണോ? അതിന് മുമ്പ് ഇവിടെ ഉണ്ടല്ലോ. എല്ലാ റൂമും ഇവിടെ ഉസ്താദിനെ കൊണ്ട് എല്ലാ റൂമും നടക്കും ഇൻഷാ അല്ലാഹ്. ബക്കറ്റിൽ എല്ലാവരും ബിസ്മില്ലാ. എല്ലാവരും ബിസ്മില്ലാ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ഹജ്ജിന്റെ മാസമല്ലേ, സദഖ ചെയ്തോളൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ നീ സദസ്സിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ മാരക രോഗങ്ങളെ തൊട്ട് രക്ഷിക്കണേ പടച്ചവനെ. എൻ്റെ കൈ തന്നെ, എൻ്റെ കൈ കൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ്. ഉസ്താദ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എല്ലാവർക്കും. എല്ലാവരും ഒന്ന് സഹോദരിമാരെല്ലാവരും പതുക്കെ സഹായിക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. അപ്പൊ സാബിഖൂ, മത്സരിക്കണം കേട്ടോ, മത്സരിക്കണം. സ്വർഗം കിട്ടാൻ വേണ്ടി മത്സരിക്കണം. ഇതൊക്കെ പറഞ്ഞു. ലാസ്റ്റ് അല്ലാഹ് പറഞ്ഞു ഫഫിറൂ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ധൃതി പിടിച്ച് നിങ്ങൾ ഓടണേ. ധൃതി പിടിക്കണം. അതിനാണ് ഹജ്ജ്. അതിനു വേണ്ടി പെട്ടെന്ന് അവിടെ താമസിപ്പിക്കരുത്. പെട്ടെന്ന് ധൃതി പിടിച്ചു പോകണം. അല്ലാഹുവിലേക്ക് പോലെ ധൃതി പിടിച്ചിട്ട് പോകാം, താമസിപ്പിക്കരുത്. ഇനി നമുക്കിതൊന്നും പറ്റൂല ഹബീബെ. കാലങ്ങൾ വളരെ മോശമാണ്, കാലങ്ങൾ വളരെ മോശമാണ്. ചൈതന്യം നഷ്ടപ്പെടുകയാണ്. ഈമാന്റെ ചൈതന്യം നമുക്ക് നഷ്ടപ്പെടും. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട 1-2 ഹദീസുകൾ കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. ലാ തസാലുൽ ഉമ്മത്തു അലാ ശരീഅത്തിൻ ഹസനത്തിൻ മാ ലം തൽഹർ ഫീഹിം സലാസുൻ. 3 കാര്യങ്ങൾ വെളിപ്പെടാത്തിടത്തോളം കാലം എൻ്റെ സമുദായം ശരീഅത്തിൽ ഉറച്ചു നിൽക്കുമത്രേ. 3 കാര്യങ്ങൾ വെളിപ്പെട്ടോ എൻ്റെ സമുദായം ശരീഅത്തിൽ നിന്ന് അടർന്നു പോകുമെന്ന് ഹബീബായ ശഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കാര്യം കേട്ടോ. നബി തങ്ങൾ പറഞ്ഞ കുറച്ച് പ്രവചനങ്ങൾ ഞാൻ പറഞ്ഞുതരാം, കേട്ടോളി. ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടതായിരിക്കാം, ശ്രദ്ധിച്ചോളി. അതുകൊണ്ടാണ് പറഞ്ഞ ഏത് കാര്യത്തിൽ നമ്മൾ ധൃതി കൂട്ടണം. നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധൃതി കൂട്ടണം. ബാദിറൂ ബിൽ അമാലി സ്വാലിഹാ. സ്വാലിഹായ അമൽ പിന്നത്തേക്ക് മാറ്റി വെക്കല്ലേ. അത് പെട്ടെന്ന് നിങ്ങൾ ധൃതി കൂട്ടി ചെയ്യണേ. നാളെ ആവട്ടെ. ചില ആൾക്കാർ നിസ്കാരത്തിന്റെ കാര്യം പറയുമ്പോൾ അടുത്ത വെള്ളിയാഴ്ച മുതൽ ആവട്ടെ അളിയാം. അങ്ങനൊന്നും നമ്മൾ തീരുമാനിക്കരുത്. എപ്പോൾ മൻ അറാദ ഫല്യതഅജ്ജൽ. എപ്പോൾ ഒരാൾ നന്മ ആഗ്രഹിക്കുന്നു അപ്പോഴേ ധൃതി കൂട്ടി ചെയ്തോളി. താമസിപ്പിക്കരുത്. പിന്നെ ഒന്നും താമസിപ്പിക്കാൻ പാടില്ല. പെട്ടെന്ന് വരണം. എപ്പോഴാണ് നമുക്കറിയില്ല. നമ്മുടെ കാറ്റടിച്ചു പോകുന്നത് എപ്പോഴാണ് നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും അതിലൊരു വ്യഗ്രത, അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന്
നമ്മളിപ്പോ നിസ്കാരത്തിലെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ, കാറിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ദുആ എന്താ? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹു ഈ വാഹനമൊക്കെ നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട്. അവനാണ് ശ്രേഷ്ഠൻ, മഹോന്നതൻ, ഉത്കൃഷ്ടൻ. അവന്റെ അവസാനം പറഞ്ഞ ആക്കുന്നറിയോ? വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നമ്മൾ അല്ലാഹുവിലേക്കാണ് മടങ്ങേണ്ടത്. വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ദുആയാണ്, നമ്മൾ അല്ലാഹുവിലേക്കാണ് മടങ്ങേണ്ടത്. വണ്ടി ഇടിച്ചാൽ പോകേണ്ട എങ്ങോട്ടാ? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട്, മെഡിക്കൽ കോളേജിൽ പോയിട്ട്, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആംബുലൻസിൽ വന്ന് വീഴുന്നത് പള്ളിയുടെ ആ ഖബർസ്ഥാനിലേക്കാണ്. വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്ന ആയത്ത് എന്താ? ദുആ എന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ അല്ലാഹുവിലുള്ളവരാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവനിലേക്കാണ് നമ്മുടെ മടക്കം. നമ്മുടെ മടക്കം അതാണ്, അല്ലാഹുവിലേക്കാണ്. അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങിയേ പറ്റൂ. ഏത് നിരീശ്വരവാദിയും അല്ലാഹുവിലേക്ക് മടങ്ങിയേ പറ്റൂ. മരിക്കൂലാന്ന് ശാപഥം പിടിക്കുന്നവനും അല്ലാഹുവിലേക്ക് മടങ്ങിയേ പറ്റൂ. പക്ഷെ അല്ലാഹുവിലേക്ക് മടങ്ങുമ്പോൾ വെറും കൈയോടെ മടങ്ങരുത്. അതാണ് പറയുന്നത്. അവിടെ പോയിട്ട് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊന്നും പറഞ്ഞിട്ടൊന്നും പിന്നെ ഒരു കാര്യമില്ല, ഒരു രക്ഷയില്ല. അവിടെ പോയിട്ട് ഒന്നും പറയാനും പറ്റൂല. വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹാ ഇന്നാ മൂഖിനൂൻ. നബിയേ, നാളെ കുറ്റവാളികൾ മുഖം കുനിയപ്പെട്ട നിലയിൽ, അവർ ലജ്ജ കൊണ്ട് അവരുടെ മുഖം താഴ്ത്തപ്പെട്ട നിലയിൽ പോകുന്ന രംഗം അങ്ങേക്ക് കണ്ടാൽ അവർ പറയുന്ന ചില വാക്കുകൾ കേൾക്കാൻ കഴിയും കേട്ടോ. അന്നവർ പറയുമത്രേ, അല്ലാ ഞങ്ങൾ കേട്ടു, പഠിച്ചു, മനസ്സിലാക്കി റബ്ബേ, ഇത്രത്തോളം ഭയാനകത നിറഞ്ഞ ലോകമാണ് മഹ്ശർ എന്ന് മനസ്സിലാക്കിയിരുന്നില്ല അല്ലാ. അതുകൊണ്ട് ഒരവസരം നൽകി ഞങ്ങളെ ഒന്നും മടക്കണേ അല്ലാ. ഫർജിഅനാ നഅമൽ സാലിഹാ ഇന്നാ മൂഖിനൂൻ. ഒന്ന് മടക്കൂ റബ്ബേ, സുഹൃതങ്ങൾ ചെയ്തു കൊള്ളാമല്ലാ. ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നാദാ, ഉറപ്പ് നൽകുന്നു നാദാ. അവിടെ പോയിട്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവിടെ കൊണ്ടുപോകുമ്പോൾ നിന്റെ മുഖം കുനിക്കപ്പെട്ട നിലയിൽ. ഇപ്പൊ നമുക്ക് തന്നെ അറിയാലോ, ഇപ്പൊ ഇവിടെ ഒരാളെ പോലീസ് പിടിച്ചാലേ ക്യാമറക്കാർ വരുമ്പോൾ പെട്ടെന്ന് അവർ മുഖത്ത് മൂടൂലേ, തുണി വെച്ച് മറയ്ക്കുന്നത് പോലെ, അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്ന പോലെ നമ്മളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നാളെ കുറ്റവാളികളെ കൊണ്ടുപോകുമ്പോഴും വലൗ തറാ ഇദിൽ മുജ്രിമൂൻ നാകിസൂ റൂസിഹിം, നാണക്കേട് കൊണ്ട് അവരുടെ തല കുനിയും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ ഐബിൽ നിന്നും ആ ഫളിയാത്തിൽ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നീ കാത്തിരക്ഷിക്കണേ പഠിച്ചവനെ. വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അല്ലാഹുവേ, അന്ന് വളരെ ഗൗരവത്തോടെ അട്ടഹസിച്ച് പടച്ചവരോട് പറയും, റബ്ബേ, ഞങ്ങൾ ഏതെല്ലാം കർമ്മങ്ങളാണോ ഉപേക്ഷിച്ചത് അതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം പടച്ചവനെ. ഒരവസരം നീ നൽകണേ അല്ലാ, ഒരവസരം കൂടി നീ നൽകണേ അല്ലാ എന്ന് നമ്മൾ അല്ലാഹുവിനോട് പരാതിപ്പെടുമ്പോ റബ്ബിന്റെ മറുപടി എന്തെന്നറിയുവോ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മാ തദക്കർ വജാകുമുൻ നദീർ. നിനക്ക് ഞാൻ 50 വയസ്സ് സമയം നൽകിയില്ലേ, 30 വയസ്സ് സമയം നൽകിയില്ലേ, 20 വയസ്സ് 25 വയസ്സ് സമയം നൽകിയില്ലേ, 60 വയസ്സ് 70 വയസ്സ് 80 വയസ്സ് വരെ സമയം നൽകിയില്ലേ? അന്ന് ചിന്തിക്കാനുള്ള എത്രയോ അവസരങ്ങൾ നിനക്കുണ്ടായിരുന്നു, എത്ര താക്കീതുകാരനെ നിനക്ക് നാം നൽകിയില്ലേ? നീ മരിക്കാൻ പോകുന്നു എന്നതിന്റെ തെളിവായി നിന്റെ തലമുടി ഞാൻ നരപ്പിച്ചില്ലേ? എന്നിട്ട് പോലും നീ ആഖിറത്തെ മറന്നുപോയവനല്ലേ?
ഇനിയിപ്പോ നീ എന്തിനു സംസാരിക്കണം? പിന്നെയും പിന്നെ അവന്റെ വെപ്രാളം കാണുമ്പോൾ പടച്ചവൻ പറയും, നീ കൂടുതൽ സംസാരിക്കണ്ട, സംസാരം നിർത്തടോ, നിന്ദനായി നരകത്തിൽ പോകടോ. നഊദു ബില്ലാഹ് റബ്ബേ, നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. നാളെ അവിടെ ചെന്നിട്ട് ഇതൊക്കെ നമ്മൾ പറയേണ്ടി വന്നുള്ള അവസ്ഥ ആലോചിച്ചൊക്കെ. ആരുണ്ട് കേൾക്കാൻ? ആര് സഹായിക്കാൻ? ആര് രക്ഷപ്പെടുത്താൻ? എല്ലാവരും അവനവന്റെ കാര്യത്തിന് നടക്കാണ്. എല്ലാവരും അവരവരുടെ കാര്യമാണ്. നമ്മളെ ഒന്നും ആരും രക്ഷപ്പെടുത്താൻ, ഇവർ ഈ പറയപ്പെടുന്നവരോ ഈ കേൾക്കുന്നവരോ ഈ പ്രസംഗിക്കുന്നവരോ ഒന്നുമില്ല. നമ്മുടെയൊക്കെ അവസ്ഥ വളരെ മോശത്തിലാണ്. ഒരു രക്ഷയില്ല. എന്തെങ്കിലുമൊക്കെ ദുനിയാവിൽ വല്ല നന്മ ചെയ്ത് വെച്ചിട്ട് പോയാൽ നമുക്ക് ആഖിറത്തിൽ അത് നമുക്ക് വാങ്ങിയെടുക്കാം. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഉമ്മത്ത് ശരീഅത്തിൽ നിൽക്കണമെങ്കിൽ അവന്റെ ഉത്തരവാദിത്വം എന്താണ്? 3 കാര്യങ്ങളാണ്. ഒന്ന്, മാലം യുഖ്ബലു മിൻഹും അൽ ഇൽമു, ഇൽമ പിടിക്കപ്പെടാതിരുന്നാൽ ഈ ഉമ്മത്ത് ശരീഅത്തിൽ എന്നും നിലനിൽക്കുമത്രേ. എന്താണ്? മദ്രസകൾ ഉണ്ടാകണം, പള്ളികൾ ഉണ്ടാകണം, ഉസ്താദുമാരുണ്ടാകണം, മുദരിസുമാരുണ്ടാകണം. എപ്പോഴും ഇൽമ ചർവിത ചർവണം നടക്കണം. ഇതേപോലെ മതപ്രഭാഷണങ്ങൾ ഉണ്ടാകണം. ഈ പാതിരാ സമയത്ത് നിങ്ങൾ ഉറങ്ങേണ്ട സമയത്ത് ഇവിടെ വന്ന് കുത്തിപ്പിടിച്ചിരിക്കണമെങ്കിൽ ഈ ഇൽമ കേട്ടാൽ നിങ്ങൾക്ക് ഗുണമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ. നമുക്ക് ഈ മദ്രസയുണ്ട്, മദ്രസയ്ക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട് പിരിക്കുന്നു. ഇത് ആർക്കും കൊണ്ടുപോകാനല്ലല്ലോ. എന്തിനാണ് ഈ മദ്രസ? നമുക്ക് കാണാമല്ലോ. അല്ലെങ്കിൽ ഒരു സ്ഥാപനമുണ്ട്, നമുക്കത് കാണാമല്ലോ. നമ്മുടെ മക്കൾ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുകയല്ലേ, പഠിക്കല്ലേ. കഴിഞ്ഞ വർഷം ഈ മക്കളെ നമുക്കിവിടെ കാണാനില്ലായിരുന്നു. ഈ വർഷം 1 വർഷമായപ്പോൾ നമുക്ക് 19 മക്കളെ ഇവിടെ കിട്ടി. അതിനുവേണ്ടി നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കിയതാണ്. ഇനിയും നമ്മൾ മുടക്കുന്നതുകൊണ്ട് നമുക്കൊരു കുറവ് അതിനകത്ത് വരാൻ പോകുന്നില്ല. നമുക്കത് കാണാൻ പറ്റും. കാണാൻ പറ്റിയ സമ്പത്താണിത്. നഷ്ടപ്പെട്ടു പോകില്ല. നമുക്ക് കിട്ടുന്ന സമ്പത്താണിത്. അതാണ് നമുക്ക് വേണ്ടത്. ആ സമ്പത്താണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്താണ് ഏറ്റവും വലിയ സമ്പത്ത്. അതുകൊണ്ട് ഇൽമ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. ആലിമ്യങ്ങൾ മരിച്ചുപോയാൽ ഈ ലോകം നശിക്കാൻ പോകുന്നതിന്റെ അടയാളങ്ങളാണ്. നല്ല നല്ല ആലിമ്യങ്ങൾ. ചണ്ടി ചവറുകളൊക്കെ നിൽക്കും, നമ്മളെ പോലെ ലോക്കൽസുകളൊക്കെ നിൽക്കും. നല്ല മഹത്തുക്കൾ മരിച്ചു പോകും. നല്ല അള്ളാഹു ഇഷ്ടപ്പെട്ടവരൊക്കെ നേരത്തെ അങ്ങ് പിടിക്കും. ചണ്ടി ചവറുകൾ മാത്രം ഉണ്ടാകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ റകന ഉലമാഉകും ഇലാ ഉലാതികും ഫഅഫ്തൗഹും ബിമാ യസ്തഹൂൻ ഐ ഫഅഹല്ലു ലഹും الحرام وحرموا عليهم الحلال. ഒരു കാലഘട്ടം വരും, കുറെ പണ്ഡിതന്മാരുണ്ടാകും. ആ പണ്ഡിതന്മാരുടെ ജോലി എന്തെന്നറിയോ? അവർ ഏറ്റവും വലിയ ഭരണാധികാരികളുമായി കൂട്ടുകൂടുന്നവരുമായിരിക്കും, സഹകരിക്കുന്നവരുമായിരിക്കും. അവർക്ക് ഓശാന പാടുന്നവരും ഹലാലായ കാര്യങ്ങളെ ഹറാമാക്കിക്കൊണ്ടുള്ള ഫത്വ കൊടുക്കുന്നവരും ഹറാമായ കാര്യങ്ങൾ ഹലാലാക്കിക്കൊണ്ട് ഫത്വ കൊടുക്കുന്നവരും. അങ്ങനെയുള്ള ആലിമീങ്ങള് രംഗപ്രവേശനം ചെയ്താൽ ഓർത്തോ സ്വഹാബത്തേ, ലോകാവസാനത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചോണേ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. ആ പണ്ഡിതന്മാരിൽ നിന്ന് നമ്മളെല്ലാവരും അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തട്ടിയിട്ട് 3 കൂട്ടരെ പരിചയപ്പെടുത്തിയിട്ട്, ഒരു സമ്പന്നനെ പരിചയപ്പെടുത്തി, ഒരു മുജാഹിദിനെ പരിചയപ്പെടുത്തി, ഒരു ആലിമിനെ പരിചയപ്പെടുത്തിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഈ 3 പേരെ കൊണ്ടാണ് നരകം കത്തിക്കപ്പെടുന്നത്. അബൂ ഹുറൈറ, അല്ലാഹ് നീ കാക്കണേ പടച്ചവനെ. ഒന്നാമതൊരു ആലിം, ആദ്യം കത്തിക്കപ്പെടുന്നത് ഒരു ആലിമിനെ കൊണ്ടാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. വിഷമം വരുന്നതാണ്. ആലിമായി പോയല്ലോ നീ ഹദീസ് കേൾക്കുമ്പോൾ വിഷമം വരും. നമ്മൾ ചിന്തിക്കണം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അമലുണ്ടാകണം. പേടിക്കണം, നമ്മൾ പേടിക്കണം. അതുകൊണ്ടാണ് ഈ ആലിമ്യങ്ങൾ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് പറഞ്ഞ യഖ്ശ. അതെന്താണ് ഖശിയത്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖശിയത്താണ് അവിടെ പറഞ്ഞത്. ഖുശൂ അല്ല. ഖുശൂ വേറെ, ഖശിയത്ത് വേറെ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഇവിടെ ഖാശിഈങ്ങളെ കുറിച്ചാണ്. അതെല്ലാവരും ഉൾപ്പെടും, നല്ലവരും സാലിഹീങ്ങൾ നിസ്കാരക്കാർ. പക്ഷെ ഇവിടെ അല്ലാഹ് പറഞ്ഞത് ആലിമീങ്ങളെ കുറിച്ചാണ്. വലിയ പേടിയാണ്. അല്ലാഹ് കാക്കട്ടെ പടച്ചവനെ. ഇതൊക്കെ ഓതുമ്പോഴും ഇതൊക്കെ പഠിക്കുമ്പോഴും ഹദീസൊക്കെ ഓർമ്മ വരുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ്.
നമ്മൾ ഓർത്തു പോകണം, പഠിച്ചോനെ ഇതൊന്നും പഠിക്കേണ്ടിയില്ലായിരുന്നു ചിന്തിച്ച് വിഷമം കൊണ്ട്. നാളെ നമുക്കറിയില്ലല്ലോ ഹബീബെ, സാഹചര്യങ്ങൾ അങ്ങനെയല്ലേ, ഇന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പഴിച്ചു പോയാൽ നമ്മൾ തീർന്നില്ലേ. നമ്മൾ പോയിട്ട് സോപ്പിടേണ്ടി വന്ന അവൻ്റെ മുന്നാലെ പോയി സോപ്പിട്ടിട്ട് നിന്നാൽ എന്തായിരിക്കും രംഗം? അവൻ പറയുന്നതനുസരിച്ച് ഫത്വ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും രംഗം? ഹലാലിനെ ഹറാമാക്കുക, ഹറാമിനെ ഹലാലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലാഹു അക്ബർ. അപ്പൊ നല്ല ആലിമീങ്ങളൊക്കെ അല്ലാഹു തആല നേരത്തെ പിടിക്കും. സ്വാലിഹീങ്ങളായവർ, അല്ലാഹു ഇഷ്ടപ്പെട്ട ഖാശിഈങ്ങളായവർ, അവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പിടിക്കും. അതാണ് മൗത്തുൽ ആലിമി കമൗത്തുൽ ആലം. ഒരു ആലിമിന്റെ മരണം ഒരു ലോകത്തിന്റെ മരണം പോലെയാണ്. ലോകത്തിന്റെ മരണമാണ്. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു വലിയ പണ്ഡിതനായിരുന്നു. ആ മഹാനുഭാവനെക്കാളും വലിയ പണ്ഡിതനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല 100 മസലയിൽ രണ്ടുപേരും തർക്കമായിരുന്നു. 100 മസലയിൽ രണ്ടുപേരും തർക്കമായിരുന്നു, ഭയങ്കര തർക്കമായിരുന്നു. എന്നാലും സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു മരിച്ചു. അദ്ദേഹത്തിന്റെ മയ്യത്ത് അടക്കി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കം മയ്യത്ത് അടക്കിയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ലോക വിജ്ഞാന കോശത്തെയാണ് നമ്മൾ മറവ് ചെയ്തത്. രണ്ടുപേരും എതിരാ ഈ മസല വിഷയത്തിൽ. 100 മസല വിഷയത്തിൽ തർക്കമാണ്. ഭയങ്കര തർക്കമുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, പലരും പല തർക്കങ്ങളുണ്ട്. പക്ഷെ അവർ പറഞ്ഞ വാക്കുതാണ്, ഒരു ലോക വിജ്ഞാന കോശത്തെയാണ് നമ്മളിപ്പോൾ അടക്കിയത്. ലോക വിജ്ഞാന കോശം. ആലിമിനാ വില കൊടുത്തിരുന്നു, ആ ഇൽമിനാ വില കൊടുത്തിരുന്നു, ഇൽമിനാ മഹത്വം കൊടുത്തിരുന്നു. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നു, അർഹമു ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉലമാഉ അർഹമു ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ആബാഇഹിം വ ഉമ്മഹാതിഹിം. ഉലമാക്കൾ ഉണ്ടല്ലോ ഈ സമുദായത്തിൽ മാതാപിതാക്കളെക്കാൾ ഏറ്റവും ഉത്തമരാണ്, ഉത്കൃഷ്ടരാണ്, ശ്രേഷ്ഠരാണ്. അവർ ഏറ്റവും കൂടുതൽ ഉദാരതയുള്ളവരാണ് പണ്ഡിതന്മാർ. മഹാനായ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, എന്താണ് കാരണം? വഖീല ലിമാദാ, എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചപ്പോ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കാണ്, ഇന്ന അബീ വ ഉമ്മീ ഹത്തനീ മിനസ് സമാഇ ഇലൽ അർളി വ ഇന്ന മുഅല്ലിമീ റഫഅനീ മിനൽ അർളി ഇലസ് സമാ. എൻ്റെ വാപ്പായും എൻ്റെ ഉമ്മായും എന്നെ ആകാശ ലോകത്തു നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നവരാ. പക്ഷെ എൻ്റെ ഉസ്താദുമാരുണ്ടല്ലോ എന്നെ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗലോകത്തേക്ക് ഉയർത്തുന്നവരാണ്. വീണ്ടും മഹാനവറുകൾ പറയുകയാണ്, അന്നഹും യുഖ്രിജൂനഹും മിൻ യഹ്ഫളൂനഹും മിൻ നാരി ദുനിയാ വഹും ഐ അൽ ഉലമാഉ യഹ്ഫളൂനഹും മിൻ നാരിൽ ആഖിറ. എന്തിനാണ് ഉസ്താദുമാരെ ആലിമീങ്ങളെ മഹത്വപ്പെടുത്തുന്നതെന്ന് ചോദിച്ചപ്പോ, പണ്ഡിതന്മാരെ എന്തിനാണ് ബഹുമാനിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലിഅന്നഹും യഹ്ഫളൂനഹും മിൻ നാരി ദുനിയാ. മാതാപിതാക്കൾ നമ്മുടെ മക്കളെ ദുനിയാവിലെ തീയിൽ നിന്നാണ് രക്ഷപ്പെടുത്തുന്നത്. ഒരു കുട്ടി ഇഴഞ്ഞിഴഞ്ഞ് വിളക്കിലേക്ക് പിടിക്കാൻ പോകുമ്പോ അത്ത ഓടിപ്പോയി ആ കുട്ടിയെ രക്ഷപ്പെടുത്തും, അമ്മ ഓടിപ്പോയി ആ കുട്ടിയെ രക്ഷപ്പെടുത്തും. ഈ ദുനിയാവിൽ ഒരു കുട്ടി വണ്ടിയുടെ മുന്നിലേക്ക് ചാടാൻ പോകുമ്പോ മാതാപിതാക്കൾ പെട്ടെന്ന് രക്ഷപ്പെടുത്തും. ദുനിയാവിലെ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ അൽ ഉലമാഉ പണ്ഡിതന്മാർ യഹ്ഫളൂനഹും മിൻ നാരിൽ ആഖിറ, ആഖിറത്തിലെ തീച്ചൂളയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് പണ്ഡിതന്മാരാണ്, ഉലമാക്കളാണ്. അതുകൊണ്ട് ഉലമാക്കളാണ് മഹാന്മാരാണ്. ഈ സമുദായത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരും ശ്രേഷ്ഠരുമെന്ന് യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. മാതാപിതാക്കൾ അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവരെ കൊണ്ട് കഴിയില്ല. ഉസ്താദന്മാർ പഠിപ്പിച്ചു കൊടുക്കണം നരകം എന്താന്നുള്ളത്. അതിനാണ് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പാക്കുമ്മ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പ ഉമ്മ ഏൽപ്പിച്ചു കൊടുക്കും ഉസ്താദിന്റെ മേൽ, ആ ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കും. അമ്മ ആ കുട്ടി എന്താണ് ഹലാല്, എന്താണ് ഹറാമ്, ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്ന് മനസ്സിലാക്കി ജീവിക്കും ആ കുട്ടി. അതിനുള്ള വഴിയാണ് മദ്രസ, അതിനുള്ള വഴിയാണ് ഇൽമ്, അതിനുള്ള വഴിയാണ് പള്ളി, അതിനുള്ള വഴിയാണ് പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥാപനം. അതുകൊണ്ടാണല്ലോ ഇസ്മായിൽ നബിയെ കൊണ്ടുപോയി എവിടെ അള്ളാഹുവിന്റെ റസൂൽ പ്രവാചകൻ ഇബ്രാഹിം നബി കൊണ്ടിട്ടത്? എവിടാ?
റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഅ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ് റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ്. അല്ലാഹ് ജലരഹിതമായ ഈ പ്രാന്ത പ്രദേശത്ത് എന്റെ കുടുംബത്തെ ഞാൻ ഇതാ നിന്റെ കഅബയുടെ പൂമുഖത്ത് കൊണ്ട് വിട്ടിരിക്കുകയാണ്, ഉപേക്ഷിച്ചിരിക്കുകയാണ്. എന്തിനാണ് റബ്ബേ? ലിയുഖീമുസ് സ്വലാഹ്, അവർ ദീൻ പഠിക്കട്ടെ, നമസ്കാരം പഠിക്കട്ടെ, നിന്നെ അറിയട്ടെ, മനസ്സിലാക്കട്ടെ. അതിനുള്ള ഒരേ ഒരു വഴി നിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് അല്ലാഹ്. അതിനാണ് പള്ളിയോട് ചേർന്ന് മദ്രസകള്, അതിനാണ് പള്ളിയോട് ചേർന്ന് ദീനിന്റെ സ്ഥാപനങ്ങള്. അത് മാർക്കറ്റിൽ കൊണ്ടുവച്ചാൽ നടക്കൂല. മാർക്കറ്റിലത്തെ ശീലം അവിടെ പഠിക്കുള്ളൂ. പള്ളിയുമായി ബന്ധപ്പെടണമെങ്കിൽ ആ മദ്രസ പള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കണം. ഖുർആൻ കൊണ്ട് തെളിവല്ലേ? ഇൽമ് അവിടെ ഉണ്ടാകണം, ആലിമീങ്ങളെ ബഹുമാനിക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ 3 കാര്യം, അതിലൊന്നിതാണ്. 2 മാലം യക്സുറു ഫീഹിം വലദുൽ ഖനസ്, അതായത് ഐ വലദുൽ ഖബസ്, വലദുൽ ഖബസ്, ജാരസന്താനങ്ങൾ അധികരിക്കുന്ന ഒരു കാലം വന്നാൽ എന്റെ സമുദായം ശരീഅത്തിൽ നടന്നു പോകും. ജാരസന്തതികൾ അധികരിക്കുന്ന ഒരു കാലം. ഇന്നത്തെ കാലം അങ്ങനല്ലേ? അടുത്ത ദിവസം കണ്ടില്ലേ എറണാകുളത്തൊരു ഫ്ലാറ്റിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്തെറിഞ്ഞത്? എന്തേ കാരണം? ജാരസന്തതിയായതിന്റെ പേരിലാണ്. തിരുവനന്തപുരത്തെ തൈക്കാട് പോയി അമ്മത്തൊട്ടിൽ പരിശോധിച്ചു നോക്ക്, എത്ര കുഞ്ഞുമക്കളാ. ഒരു ഓട്ടോറിക്ഷക്കാരൻ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മലിന കൂമ്പാരത്തിൽ നിന്നൊരു കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തില്ലേ? എത്രയെത്ര സംഭവങ്ങളാണ് ദിനംതോറും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് അന്വേഷിച്ചെത്തുമ്പോ അത് ജാരസന്താനമാണ്, ജാരസന്താനമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ഈ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മക്കൾ ഒളിച്ചോടി പോകുമ്പോ ഏതെങ്കിലും കാമുകനുമായി ലോഡ്ജിൽ പോയി താമസിക്കുകയാ. 1-2 ദിവസം, 2 ആഴ്ച, 3 ആഴ്ച താമസിച്ചിട്ട് ശാരീരികമായി ബന്ധം സ്ഥാപിക്കുമ്പോ അതാ അവളുടെ ഗർഭപാത്രത്തിൽ ഹറാമിന്റെ ബിന്ദു, ഹറാമിന്റെ ഇന്ദ്രിയം പുറപ്പെട്ടു കഴിഞ്ഞു. പിന്നീട് വാപ്പയും മഹല്ലുകാരും കുടുംബക്കാരും അവരെ 5 കാര്യങ്ങളെ കൊണ്ട് ഞാനിതാ നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ് സഹാബത്തെ. ഉടനെ നബി തങ്ങൾ ഇടയ്ക്ക് ജാമ്യമെടുത്ത് ദുആ ചെയ്യുകയാണ്, അല്ലാഹ് എന്റെ സഹാബാക്കളെ അതിൽ നിന്ന് നിരക്ഷിക്കണേ അല്ലാഹ്. നബി തങ്ങൾ ദുആ ചെയ്തിട്ട് ആ സംഭവത്തിലേക്ക് തുടക്കം കുറിക്കുകയാണ്. ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്ത് ഹത്താ യുഅ്ലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹി മുത്താഊൻ വൽ ഔജാ അല്ലതി ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിം അല്ലദീന മളൂ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഏതൊരു സമൂഹത്തിലാണോ പരസ്യമായി അശ്ലീലം വ്യാപിക്കുന്നത്, നടു റോഡില്, ഇടവഴിയില്, പരസ്യമായി റോഡ് സൈഡില്, ബസ്സില്, ട്രെയിനില്, ജനങ്ങള് സംഗമിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളില് പരസ്യമായി ആണും പെണ്ണും തമ്മിലുള്ള അശ്ലീല ചുവ എവിടാണോ തുടക്കം കുറിച്ചത്, അത് വ്യാപിക്കുന്നത്, അത് പരസ്യമാകുന്നത് എവിടാണോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല ഫശാ ഫീഹി മുത്താഊൻ വൽ ഔജാ. ആ നാട്ടിൽ രോഗം വ്യാപിക്കുമത്രേ, വേദനകൾ അധികരിക്കുമത്രേ, അവർക്ക് വല്ലാത്ത രോഗങ്ങൾ ഉണ്ടാകും. ആ രോഗനിർണയം നടത്താൻ ഒരു വൈദ്യശാസ്ത്രത്തെ കൊണ്ടും സാധിക്കുകയില്ല. കാരണം ഇതിന്റെ ഉറവിടം എവിടെയാണെന്നറിയില്ല, ഇതേത് രോഗമാണെന്ന് പറയാൻ കഴിയില്ല. അത് വളരെ വലുതായി ലോകമെമ്പാടും വ്യാപിക്കുന്ന ഒരു കാലം വന്നാൽ ഓർത്തോ, അതിന് നമ്മൾ കൊറോണ എന്നൊക്കെ പേര് വെച്ചേക്കാം. അതിന്റെ കാരണം ഈ പരസ്യമായി ആണും പെണ്ണും വഴിയോരങ്ങളിൽ വീഴ്ച ചെയ്യുന്നതിന്റെ ഫലമാണ്. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. വലം യൻഖുസൂ അൽ മിക്യാല വൽ മീസാൻ ഇല്ലാ ഉഖിദൂ ബിസ്സിനീൻ.
വശിദ്ദത്തിൽ മഊന വജൗരി സുൽത്താനി അലൈഹിം. അധികാരികൾ എന്തുകൊണ്ടാണ് നമ്മുടെ മേലേക്ക് കടന്നാക്രമണം നടത്തുന്നതെന്നറിയോ? എന്തുകൊണ്ടാണ് അവശ്യ സാധനങ്ങളുടെ വില ഇത്രത്തോളം തീപിടിച്ചുയരുന്നതെന്നറിയോ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വലം യൻഖുസു അൽ മിക്യാല വൽ മീസാൻ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ഒരു കാലം കണ്ടാൽ സഹാബത്തെ ഓർത്തോ. അല്ലാഹു ദാരിദ്ര്യം കൊണ്ടും ക്ഷാമം കൊണ്ടും അമിതമായ വില കൊണ്ടും അവശ്യ സാധനങ്ങളുടെ വില തീ പിടിക്കുന്നത് പോലെ ഉയർത്തിക്കൊണ്ട് അല്ലാഹു ആ സമൂഹത്തെ പരീക്ഷിക്കാതിരിക്കുകയില്ല സഹാബത്തെ. അവരുടെ കടിഞ്ഞാൻ പിടിക്കുന്ന അധികാരികളായ ഭരണകർത്താക്കൾ അവരോട് അഹങ്കാരികളും അധർമ്മകാരികളുമായിരിക്കും. പെട്രോളിന്റെ ഒക്കെ വില എന്താ? ഡീസലിന്റെ ഒക്കെ വില എന്താ? പഞ്ചസാരയുടെ ഒക്കെ വില എന്താ? ഇപ്പൊ എത്ര വില കുറച്ച് കിട്ടേണ്ട സാധനങ്ങളല്ലേ? പോയ പോക്ക് എങ്ങോട്ടാ പോയ? എന്തുകൊണ്ട് നമ്മളളവിലും തൂക്കത്തിലും കുറയ്ക്കും? ഇവിടെ നമ്മൾ തൂക്കി കൊടുക്കുമ്പോൾ അവിടെ പെട്ടിത്രാസിന്റെ അടിയിൽ 50 ഗ്രാമിന്റെ തകടും കൂടും കെട്ടി വെക്കും. ചീനി വിൽക്കുമ്പോൾ അവൻ്റെ വിരൽ കയറ്റിക്കോട്ട് അമർത്തി പിടിക്കും. ആ ത്രാസ് താത്തൊട്ടൊന്ന് പിടിക്കും. ചീനി പോലും സ്വർണ്ണമായിട്ട് തൂക്കി കൊടുക്കുന്നത്. എത്ര കറക്റ്റ് തൂക്കം, എല്ലാത്തിനും തൂക്കം. ഈ കൃത്രിമം കണക്ക്. പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ ഡീസൽ അടിക്കാൻ പോകും, അതിനകത്തെല്ലാം കൃത്രിമം കണക്ക്. ത്രാസിനകത്തെല്ലാം കൃത്രിമം കണക്ക്. ആരറിയുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയങ്കരമായ രോഗങ്ങൾ അധികരിക്കാനും നമ്മുടെ മേലേക്ക് ഈ ഭരണകൂടങ്ങൾ വരാനും ഒക്കെ കാരണം ഇത് തന്നെ. വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ ഉഖിദു ബിസ്സിനീൻ. ക്ഷാമം എന്താണ്? ദാരിദ്ര്യം എന്താ? വെള്ളമില്ലാത്തത് എന്താ? ഇനി എത്ര മഴ പെയ്താലും നമുക്ക് ഗുണമുണ്ടാകാത്തത് എന്താണെന്നറിയോ? സമ്പന്നന്മാരെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സകാത്തിന്റെ മുതൽ പാവപ്പെട്ടവന്റെ അവകാശമാണ്. അവൻ പട്ടിണി കിടക്കുകയാണ്. അവന്റെ ഹക്ക് നീ കൊണ്ട് കൊടുക്കാതെ നീ തിന്ന് തിമിർക്കുകയല്ലേ? അത് അല്ലാഹ്ക്ക് പിടിക്കൂല. ആ കാരണത്താല് ദാരിദ്ര്യവും ക്ഷാമവും ഭയങ്കരമായ ക്ഷീണവും കാലാവസ്ഥ വ്യതിയാനങ്ങളും നമ്മളെ പിടികൂടുന്നത് അതിന്റെ കാരണത്താലാണ് കേട്ടോ. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻഹും ഖാസ്സ. അല്ലാഹു ഒരു പ്രത്യേകമായ വിഭാഗത്തെ മാത്രമല്ല പിടിക്കുന്നത്, പിടിക്കുമ്പോ അല്ലാഹ് മൊത്തത്തിലാണ് പിടിക്കുന്നത് കേട്ടോ. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കാൻ പ്രസംഗം നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് നമുക്ക് ഈ പള്ളിയും പള്ളിയുടെ പരിസരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അഭിമാനമാണ്. അണ്ടർഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ വലിയ അഭിമാനമാണ്. നമ്മളിത് പ്രയോജനപ്പെടുത്തണം. മക്കളെ പഠിപ്പിക്കണം, പെൺമക്കളെ പഠിക്കണം, വലിയ പെൺകുട്ടികളെ പഠിപ്പിക്കണം. അപ്പം ഞാൻ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ അവിടെ ഇപ്പം +1 +2 ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഹിഫ്ളോടുകൂടി എല്ലാ ക്ലാസ്സും എല്ലാത്തിനുള്ള സംവിധാനമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പെൺകുട്ടികളെ ഒന്നും പുറത്തു വിട്ട് പഠിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം എങ്ങനെയാണ്? അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അവർക്ക് സയൻസ് എടുക്കണം, അവർക്ക് നല്ല അവർക്ക് വിദ്യാഭ്യാസം വേണം. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ജമാഅത്ത് അതിനുള്ള വഴികളുണ്ടാക്കണം. അതും കൂടെ വേണം. നിങ്ങൾ ഇത്രയും വലിയ കോടാനകോടി ഉണ്ടാക്കി പള്ളി സംവിധാനം ഉണ്ടാക്കിയിട്ട് അതും കൂടെ വേണം. ഇൻഷാ അല്ലാഹ് അതിനുള്ള സംവിധാനം. അപ്പം അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയ്ക്കാണ് നമ്മുടെ മദ്രസ, ഹിഫ്ളിൻ്റെ മദ്രസ. അൽഹംദുലില്ലാഹ് 10 കുട്ടികളെ 19 കുട്ടികളുണ്ടായിരുന്നു. കല്ലിടലൊക്കെ കഴിഞ്ഞാൽ എന്നാ നാളെ ഞായറാഴ്ചയാണ് കല്ലിടിയിൽ കർമ്മമൊക്കെ നടക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിന് തുടക്കം കുറിക്കലാണ് നമ്മുടെ ഈ പരിപാടി കൊണ്ട്. നമ്മൾ എന്തായാലും നിങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ നിങ്ങളുടെ കയ്യിൽ നിന്ന് നെക്കി പിഴിഞ്ഞ് അവസാനം പാലൊന്നുമില്ല, ചോരയാണ് വരുന്നത്. ഇനി പഴുപ്പായിരിക്കും അടുത്ത് ചാടാൻ പോകുന്നത്. എല്ലാം പിഴിഞ്ഞെടുത്തിന് ഒന്നുമില്ല, എന്നാൽ തന്നെ ഉള്ളതാവട്ടെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഗുണമുണ്ടല്ലോ, ഇതൊക്കെ കാണാമല്ലോ സംവിധാനങ്ങൾ. ഇതല്ല വെറുതെ അല്ല. ഒന്നുമില്ലെങ്കിൽ ഒരു അമലും ഇല്ല പടച്ചോനെ. നിന്റെ ഖുർആനെ സ്നേഹിച്ച് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൈസ ഒരു ഇൽമിൻ്റെ സ്ഥാപനത്തിൽ കൊടുത്തിരുന്നു, അതേ ഉള്ളൂ. അള്ളാഹ് നോക്കുമ്പോൾ കുഴപ്പമില്ല, നീ വേറെ മറ്റു വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റുകൾ ചെയ്താൽ അള്ളാഹ് പുറത്തു തരും. പക്ഷെ ബാക്കിയുള്ളവരുടെ ദുൽമ ചെയ്താലാണ് പൊറുക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. നീ ചെയ്തിരിക്കുന്ന നന്മയാണ്. നിനക്ക് ഞാൻ തന്ന സമ്പത്ത് നീ അള്ളാഹു എൻ്റെ മാർഗത്തിൽ ചെലവാക്കി. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് കയറിപ്പോന്നെങ്ങാണ് ഒരു വാക്ക് പറഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ? നമുക്ക് കബറിനകത്ത് നാളെ ഒറ്റയ്ക്ക് പോയി കബറിൽ കിടക്കുന്ന സമയത്ത് നമുക്കൊരു കൂട്ടുകാരനായിട്ട് ആരും വരൂല. നമ്മുടെ കൂടെ ആരും നമ്മുടെ കൂടെ വരാനില്ല. നമ്മുടെ കൂട്ടത്തിൽ വരാനുള്ളത് നമ്മുടെ സാലിഹായ അമലുകൾ മാത്രമാണ്.
സ്വാലിഹായ അമലുകൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ ഈ ജമാഅത്തിൽ അൽഹംദുലില്ലാഹ് ഇതുപോലുള്ള ദീനിൻ്റെ സംരംഭങ്ങളും ദീനിൻ്റെ ദഅവത്തുകളും ദീനിൻ്റെ പ്രവർത്തനങ്ങളും ഖുർആനും ഹദീസുകളും ഭൗതികമായി ആത്മീയമായി ലയിപ്പിച്ചുകൊണ്ട് രണ്ടും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. അറിയപ്പെട്ട ഒരു സ്ഥലമാണ്, അറിയപ്പെട്ട ഒരു സ്ഥാപനമാണ്. പക്ഷെ നമ്മൾ ആളുകൾ കുറയുമ്പോൾ നമുക്ക് അതിൻ്റെതായ വിഷമങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമുക്കിവിടെ മറ്റന്നാളെ തുടക്കം കുറിക്കുന്നത്. എവിടെയാണ് പണിയാൻ പോകുന്ന സ്ഥലം? എൻ്റെ ഫ്രണ്ടിൽ തന്നെ സഹോദരിമാരല്ലേ? എൻ്റെ ബാക്കിലാണ്. എന്തോ ഉസ്താദ് എന്തോ എത്ര മുറി എന്നാ പറഞ്ഞത്? ഒരു മുറിക്ക് എത്ര രൂപ എന്നാ പറഞ്ഞത്? 2 ലക്ഷം. പിന്നെ അതുകൊണ്ട് നിങ്ങൾ നാളെ ഉസ്താദ് അങ്ങ് പിരിച്ചോളും കേട്ടോ. ഒരു മുറിക്ക് ഉസ്താദ് അങ്ങ് പിരിച്ചോളും. ഞാൻ അല്ല, ഉസ്താദിനുണ്ടല്ലോ, പ്രശ്നമില്ല. എന്തായാലും നിങ്ങളെല്ലാവരും ഇനി കൂടുതലും 3-ാമത്തെ ദിവസം ഒന്നീ പഴിച്ചാൽ 3-ൽ അവസാനിക്കുക. ഇപ്പം 3-ാമത്തെ ദിവസം അന്ന് 3-ാം പാത്തിയായാൽ എല്ലാം ഒതുക്കി റാഹത്താക്കി തരും ഇൻഷാ അല്ലാഹ്. ഇന്നിപ്പോൾ ഇതിന് തുടക്കം നമ്മൾ മുമ്പ് ഇനി ഇതിന് വേണ്ടിയിട്ട് ചോദിക്കേണ്ട കാര്യമില്ല. ഇനി പറഞ്ഞവർ ഞാനൊന്ന് ചോദിക്കുക. ഞാൻ ഇപ്പോൾ ഇത്ര ഖുർആനും ഹദീസൊക്കെ ഉസ്താദന്മാർ കാര്യങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അവരൊക്കെ വിശന്ന് ഖുർആനൊക്കെ ഓതിയിട്ട് ഇങ്ങനെ ഇരിക്കുക. പണ്ടാരെ എന്ന് നിർത്തുമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് ബർക്കത്തായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ജാരിയായ സ്വതക്കയാണ്. നമുക്കിപ്പോൾ ഇവിടെ ഒരു മുറി, അതാണ് നമ്മുടെ അത്താടെയും അമ്മാടെയും കുടുംബത്തിൻ്റെയൊക്കെ പേരിൽ നിയത്തി ചെയ്ത് ഒരു മുറി മദ്രസയ്ക്ക് വേണ്ടി ഒരു മുറി കെട്ടിക്കൊടുക്കാവുന്ന ഒരു കുടുംബം ഏറ്റെടുത്താൽ അത് വലിയ കാര്യം തന്നെ, ചെറിയ കാര്യമൊന്നുമല്ല. അതൊരു വലിയ കാര്യം തന്നെയാണ് അൽഹംദുലില്ലാഹ്. അങ്ങനെ ആരെങ്കിലും ഒരാൾ ഒരു കുടുംബം ഏറ്റെടുക്കാൻ വല്ലതും പറ്റുമോ? എൻ്റെ മുന്നിൽ വെച്ച് അൽഹംദുലില്ലാഹ് പടച്ചവനെ ഈ ദുൽ ഹജ്ജ് മാസത്തിൻ്റെ തുടക്കം എന്നല്ല, ദുൽ ഖഅദിൻ്റെ അതിൻ്റെ ഒരു തുടക്കം എന്നല്ല, നമുക്ക് പറട്ടെ ദീനുണ്ട്. ഇതൊരു വലിയ ഒരു അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പരിസരത്ത് ഈ നല്ല ഇതുപോലെ വലിയ ഒരു സ്ഥാപനങ്ങൾ ഒന്നുമില്ല. അപ്പോൾ അതൊരു വലിയൊരു സ്ഥാപനമായി മാറണം ഈ പരിസരത്ത്. നമുക്ക് ഇത്രയും സ്ഥാപനമൊക്കെ ഉണ്ടെങ്കിലും ദീനിയായ ഒരു സംരംഭത്തിൽ നമ്മുടെ മക്കളും നാടുകളും വളർന്നു വരണം. അതിനുള്ള ഒരു വഴിയാണിത്. അതുകൊണ്ട് ഇനി ഒരു വലിയൊരു കോളേജിൽ എനിക്ക് എൻ്റെ ഒരു വീക്ഷണത്തെ 20 അല്ല, ഒരു 10-200 കുട്ടികൾ പഠിക്കണം. അത്രയ്ക്കുള്ളൊരു സെറ്റപ്പ് സംവിധാനങ്ങളുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 10-200 കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു നിലയിലേക്ക് ഇൻഷാ അള്ളാഹ് എത്തണം. അതുകൊണ്ട് ബർക്കത്തിന് ആരെല്ലാം തുടങ്ങി വെക്കി, നമുക്ക് തുടങ്ങാനാണ്. ഞാൻ ഇന്ന് പിരിക്കാനൊന്നുമല്ല. ഇൻഷാ അള്ളാഹ് 10:30 നിർത്തണം. അതുകൊണ്ടൊരു ബർക്കത്തിന് നമുക്ക് എന്താ കല്ലോ എന്തോന്ന് പറഞ്ഞ് കല്ലെന്നോ ഒരു കല്ല് എത്ര കല്ല് വേണ്ടി? 10,000 കല്ല് വേണ്ടി വരും ഇല്ലയോ? ഒരു 1001 കല്ല് പറയും ബിസ്മില്ലാ പറഞ്ഞു. ഒരു കല്ലിന് എത്ര രൂപയാണ് പ്രസിഡന്റ്? 40 50 രൂപ ഇവിടൊക്കെ 50 രൂപ ഇവിടൊക്കെ കല്ലല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ ബർക്കത്തിന് തുടങ്ങി വെക്കാൻ ആരുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാൻ ഒരു കൈവക്ക്. അല്ലാഹുവേ പടച്ചവനെ ഖുർആനിൻ്റെ സ്ഥാപനം, ഖുർആൻ സ്റ്റഡി സെൻറ്റർ, ഖുർആനിൻ്റെ റിസർച്ച് സെൻറ്റർ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിനുള്ള ഒരു സ്ഥാപനം, അതിന് കല്ലിടിയിൽ കർമ്മമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം ഞാനൊരു കൈ കൊണ്ടൊരു ബർക്കത്തിന് നിങ്ങൾ തരുന്നത് കൊണ്ടൊരു ദുആ കൊണ്ടൊരു നല്ലൊരു രാവിലെ, നല്ല ഒരു ദിവസത്തിൽ, നല്ലൊരു മാസത്തിൽ അതിനൊരു തുടക്കം കുറിച്ചാൽ നമുക്കും ഒരു കൂലി കിട്ടും, നിങ്ങൾക്കും കൂലി കിട്ടും. ഇതെല്ലാം ഇവിടുന്ന് കിട്ടുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ എന്തായാലും അവർ എന്നോട് പറയുമ്പം ഒന്ന് വെറുതെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ പ്രസംഗിപ്പിച്ച് പൈസ കൊടുക്കണ്ട. 10,000 കല്ല് കിട്ടി അത്രയാവട്ടെ. ബിസ്മീം പറഞ്ഞ അൽഹംദുലില്ലാഹ് 1001 കല്ല് നിയത്ത് ചെയ്ത് നമ്മുടെ ഉസ്താദ് മൈസൂറിൽ നിന്ന് വന്ന് ആദ്യമായിട്ട് ഖുർആൻ ആണ്. അവരൊക്കെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നവരാണ്. അവരാൽ കഴിയുന്ന അവരൊക്കെ ഇങ്ങനെയൊക്കെ നിങ്ങളൊക്കെ കൊടുക്കുന്ന ചെറിയ സദഖകൾ കൊണ്ടൊക്കെ ജീവിച്ചു പോകുന്നവരാണ്. അവരൊക്കെ ഇപ്പോൾ 1000 കല്ല് കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊടുത്തേനെ ഇല്ലേ? അൽഹംദുലില്ലാഹ്. ഒരു കൈമടക്ക് ഇതിനു വേണ്ടി ആദ്യം കൈനീട്ടമാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ആഫിയത്ത്, ആരോഗ്യം, സലാമത്ത്. 1001 കല്ല് മാഷാ അല്ലാഹ്. സിറാജ് സാഹിബാണ് അൽഹംദുലില്ലാഹ്. 2 മക്കൾ ഹാഫിളത്തായ ഇവിടെ മാഷാ അല്ലാഹ്. ഇവിടെ നമുക്ക് ബനാത്ത് വാക്കണം ഇൻഷാ അല്ലാഹ്. ബനാത്തും വേണം ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട് പ്രസിഡന്റ്. അടുത്ത സമയത്തൊന്നും പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്ന ലക്ഷണമില്ല ഇൻഷാ അല്ലാഹ്. കേട്ടിട്ട് ഇതെല്ലാം നടത്തിയിട്ടേ പോവുള്ളൂ. അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ബനാത്തും വേണം. ഈ കുട്ടികളൊക്കെ പഠിപ്പിക്കാനും +1 +2 ഒക്കെ മാഷാ അല്ലാഹ്. 2 മക്കൾ നാളെ പറയാമല്ലോ. അപ്പം ഇന്ന് ഖുർആനിൻ്റെയും ഈ ഹാഫിളാക്കുന്നതിൻ്റെ മഹത്വമൊന്നും എല്ലാ വർഷമൊക്കെ പറയുന്നതുകൊണ്ട് ഞാനിന്നത് പറയണ്ടെന്ന് പ്രത്യേകിച്ച് സുൽവി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടന്നേ, ബാക്കിയുള്ള വിഷയങ്ങളിലേക്കാണ് കടന്നു പോയത്. എന്നാലും ഖുർആൻ്റെ കെട്ടിടമാകുമ്പോൾ അതുമായി ബന്ധപ്പെടാതിരിക്കാൻ നമുക്ക് പറയാൻ പറ്റൂല.
കാരണം ഖുർആനുമായിട്ട് ബന്ധമില്ലാത്ത ഒരു പ്രസംഗം നമുക്കില്ലല്ലോ. നാളെ അവരുടെ കൈക്ക് പിടിച്ചിട്ടാണ്, ആ മക്കളുടെ കൈക്ക് പിടിച്ചിട്ടാണ് പോകേണ്ടത്. ആ ഖബറിനകത്ത് എത്തുമ്പോൾ ആ ഖുർആൻ നമ്മുടെ മുന്നിൽ വരും. വല്ലാഹി സത്യം, ഞാനായിട്ട് ഇങ്ങടുത്ത് പറയാം, ഇതിന് ഒരാൾക്ക് എതിർക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ഉസ്താദന്മാർ പറയട്ടെ, നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവച്ചിട്ട് എല്ലാവരും അവിടെ നിന്ന് പോകും. എല്ലാവരും മടങ്ങിപ്പോകുന്നത് ആ ഖബറാളി കേൾക്കും. ആ നടന്നു പോകുന്ന ശബ്ദം, ചെരുപ്പിന്റെ ബാറിന്റെ ശബ്ദം കേൾക്കും. എല്ലാരും പോകും. പിന്നെ ആ ഖബറിൽ ആരുണ്ട്? ഖബറിനകത്ത് വരും ഒരാള്, നല്ല ഒരു സുന്ദരൻ, ഹസനുൽ സിയാബി ഹസനുൽ വജ്ഹി തയ്യിബുർ റായിഹാ, സുന്ദരനും സുസ്മേര വദനനുമായ ശുഭവസ്ത്രധാരിയായ ഒരാൾ കടന്നു വരും. ആ ഖബറിലേക്ക് വന്നിട്ട് മയ്യത്തിന്റെ അരികെ നിന്നിട്ട് നമ്മുടെ മയ്യത്തിനെ തട്ടി വിളിച്ചിട്ട് ചോദിക്കും, യാ അബ്ദല്ലാഹ് ഹൽ തഅരിഫുനി, നിനക്കെന്നെ അറിയോ? നിനക്കെന്നെ അറിയോ? മയ്യത്തിനോട് ചോദിക്കാണ്, നിനക്കെന്നെ അറിയോ? നോക്കുമ്പോ കണ്ണു തുറക്കുമ്പോ അല്ലാ മാഷാ അല്ലാ, ഇത്ര ഞാൻ പായിപ്പാട് ഇങ്ങനെ ഒരു സുന്ദരനെ കണ്ടിട്ടില്ലല്ലോ. ഇത്ര സുന്ദരനോ ഞാൻ കണ്ടിട്ടില്ലല്ലോ, പായിപ്പാട് ഇന്ന് വരെ കണ്ടിട്ടില്ലല്ലോ. ലാ അഅരിഫുക, എനിക്ക് നിന്നെ അറിയില്ല എന്ന് ആ മയ്യത്ത് മറുപടി പറയുമത്രേ. ഉടനെ ആ സുന്ദരനായ ചെറുപ്പക്കാരൻ പറയുകയാണ്, അനൽ ഖുർആൻ അല്ലദീ അസ്ഹറ ലൈലക വഅളമഅ നഹാറക വഅംനഅക ശഹവതക മിനത് തആമി വശറാബ്. ഞാൻ ആരെന്നറിയോ? നിന്റെ ഖുർആനാണ്, നീ പാരായണം ചെയ്ത ഖുർആനാണ്, ഖുർആനിന്റെ സ്ഥാപനത്തെ സഹായിച്ച ആ ഒരു സഹായമാണ്. അനഅമലുക സാലിഹ്, സാലിഹായ അമലാണ് ഞാൻ. പരിശുദ്ധ ഖുർആനിന് വേണ്ടി കെട്ടിട നിർമ്മാണത്തിന് നീ കൊടുത്ത പണമില്ലേ, ആ പണമാണ് ഞാൻ, ആ സദഖയാണ് ഞാൻ. ഫമാ അലൈക ബഅദ മസ്അലതി മുൻകരിൻ വനകീരിൻ മിൻ ഹമ്മിൻ വലാ ഹുസ്നിൻ. മുൻകർ നകീറിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ നീ പേടിച്ചു പോകണ്ട കേട്ടോ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. മാ അനബി മുഫാരിഖിക, നിന്നെ വിട്ടുപിരിഞ്ഞ് ഞങ്ങൾ പോകൂല. ഹത്താ ഉഅറള അനാ വ അൻത, നിന്നെയും എന്നെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ ഞാൻ നിന്നോടൊപ്പം കാവലായി കൂട്ടുകാരനായി ഉണ്ടാകുമെന്ന് ആ സ്വാലിഹായ ധർമ്മങ്ങൾ ഖബറിൽ പറയുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. സഹിയായ ഹദീസാ, മുസ്ലിം എടുത്തു ചോക്ക്. ഖബറിൽ ഒരു കൂട്ടുകാരനെ വേണോ? നിങ്ങൾ കൊടുത്തൊക്കെ അല്ലാഹ് തരട്ടെ, എല്ലാം അല്ലാഹ് തരട്ടെ, എല്ലാം അല്ലാഹ് തരട്ടെ. എന്നാലും നമ്മുടെ മക്കൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പടച്ചവനെ, ഒരു 25 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ സ്ഥാപനത്തെ കാണുമ്പോൾ 25 വർഷം മുമ്പ് ഞാൻ കൊടുത്ത ആ 1000 കല്ലതിലുണ്ട്. അല്ലാഹ് റബ്ബേ, എൻ്റെ മയ്യത്ത് അതിലൂടെ കൊണ്ടുപോകുമ്പോൾ ആ കല്ല് വിളിച്ചു പറയും, പടച്ചവനെ ഇവനെ നീ വേദനിപ്പിക്കല്ലേ കേട്ടോ, ഇവനെ നീ വേദനിപ്പിക്കല്ലേ കേട്ടോ, ഞാനാണ് ആ കല്ല്. ആ ഖബറിൽ ഈ വ്യക്തി വന്ന് പറയും, ആരും നമ്മളെ സഹായിക്കാനില്ലാതെ വരുമ്പോ നമ്മളെ സഹായിക്കാൻ അല്ലാഹു തആല നമുക്ക് അവിടെ ഉണ്ടാക്കി തരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ സാലിഹായ അമൽ. വെറുതെ അല്ല ഞാൻ പറഞ്ഞത്, വെറുതെ അല്ല. വേറെ ആരും കാണൂല, ആരും നമ്മളെ കൂടെ കാണല്ലോ. ഈ കടന്നവരൊന്നും ആരും വരില്ല. ആരെങ്കിലും വരുമോ നമ്മുടെ കൂടെ? എത്ര വലിയ പ്രശസ്തനാവട്ടെ, പ്രഗത്ഭനാകട്ടെ, നമ്മുടെ മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ അടക്കിയിട്ട് അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വന്നാ ഇൻഷാ അല്ലാഹ്, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. ആര് വന്നു? ആരെല്ലാം വരുമോ? ശരിയല്ലേ മണി പാടിയത്? സംഭവം ഓർക്കുമ്പോൾ അതിന്റെ അർത്ഥം ക്ലിയറാണ്. നമ്മൾ ഏത് കാര്യങ്ങളും അർത്ഥം ചിന്തിക്കണം, പാട്ട് പാടിയാൽ മാത്രം ചിന്തിച്ചു നോക്കണം അല്ലേ? ശരിയല്ലേടേ? ഇത് കൊണ്ടുപോകുമ്പോൾ മിന്നാമിനിങ്ങിനെ കുറിച്ച് പാടിയാൽ സംഭവം എന്തോ ആയിക്കോട്ടെ, മിന്നാമിനിങ്ങിനെ കുറിച്ച് പാടിയാൽ ഇപ്പോൾ ഒരു മയ്യത്തെടുത്താൽ ഈ മയ്യത്തെടുത്ത് എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. ആരും പോവോ കൂട്ടിന്? മണിയുടെ ഡെഡ് ബോഡിയുടെ കൂടെ ആര് പോയി കൂട്ടിന്? മണിയുടെ ഭാര്യ പോയാ, മക്കള് പോയാ, ആര് പോയി? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
ഇഷ്ടജനങ്ങളെ വിട്ടുപിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തണിയനിലാരെന്ന് ഉലകത്തിൽ തണിയനിലാരെന്ന്. നമ്മുടെ ഇക്കാന്റെ മച്ചാന്റെ മയ്യത്ത് കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആണുങ്ങൾ മാത്രമാണ് ആ ജനാസയെ അനുഗമിക്കുന്നത്. ആ മയ്യത്ത് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ഉമ്മമാരും പെങ്ങന്മാരും ഭാര്യ മക്കളെല്ലാവരും ആ ജനൽ കമ്പിയിൽ പിടിച്ചിട്ട് പറയുന്ന ഒരു രംഗമാണിത്. അല്ലാ, എന്റെ മച്ചാ ഒറ്റക്കാണ്, ഇന്നലെ എന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അല്ലാഹുവേ, ഈ ഉലകത്തിൽ ഇനി എനിക്കാരാണുള്ളത് റബ്ബേ? ആലോചിച്ചു, ആരുണ്ട്? ചൂടായ വെള്ളം എടുത്തോണ്ട് വാ എന്ന് പറയാൻ ആരുണ്ട്? ആ AC ഓണാക്ക് എന്ന് പറയാൻ ആരുണ്ട്? ആ റിമോട്ട് കൺട്രോൾ ഇട്, ആ വെള്ളം എടുത്തോണ്ട് വാ, രാവിലെ എന്നെ വിളിക്കണേ ഇത് പറയാൻ ആരുണ്ട്? പോയില്ലേ സംഭവം? ആരായിരുന്നു അല്ലേ? ഒറ്റപ്പെട്ട പോക്കാണ്. ചിന്തിച്ചു നോക്ക്, നമ്മൾ ചിന്തിക്കണം. അല്ലാഹു അക്ബർ. വീട്ടിലെ മെത്ത പിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. വീട്ടിലെ മെത്ത പിരിഞ്ഞ് നല്ല കട്ടില് അടിപൊളിയായിരുന്നു, നല്ല 60 ഇഞ്ച് മുഴത്തിന്റെ 60 ഇഞ്ച് ബെഡ്, സ്പ്രിങ് ആണ്, സൂപ്പറാ, കിടക്കാൻ എന്ത് സുഖമായിരുന്നു. എന്ത് സുഖം. ബ്ലാങ്കറ്റൊക്കെ അങ്ങനെ ഇട്ട് മൂടി AC ഒക്കെ ഇട്ട സുബൈ വാങ്ങി വിളിക്കുന്ന പോലും അറിയില്ല. എന്ത് റാഹത്താ കിടന്നുറക്കം. വീട്ടിലെ മെത്ത പിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നതും കല്ലാണ്. ഇലയിൽ മേൽ തണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ മറപാടും കാബർ ബഹുജോറിലേ, മറപാടും കാബർ ബഹുജോറിലേ. വീട്ടിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോ മുകളിലേക്ക് നോക്കുമ്പോ അല്ലാ, ഇന്റീരിയൽ വർക്ക് ചെയ്ത ബെഡ്റൂമാണ്. അവിടെ നീല ലൈറ്റ്, അവിടെ പച്ച ലൈറ്റ്, അവിടെ സ്കൈ ബ്ലൂ, അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ മലർന്നു കിടന്നാൽ കാണുന്നത്. ഇത്ര നല്ല സുഖലോലുപനായി കിടന്നുറങ്ങി മനുഷ്യന്റെ മയ്യത്ത് ഐപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവച്ചാൽ ആ ഖബറിൽ നിന്ന് അവനൊന്ന് നോക്കുമ്പോ പടച്ച റബ്ബേ, ഇലയിന്മേൽ മണ്ണീരതും തണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ മറപാടും ഖബർ ബഹുജോറിലേ, മറപാടും ഖബർ ബഹുജോറിലേ. ഇന്ത്യയിൽ വർക്കില്ല, നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന തേക്കിന്റെ കഷണമില്ല, കാതലുള്ള ഒരു പലക പോലും ആ ഖബറിൽ വെക്കൂല. വെള്ള പലകയാണ് വെക്കുന്നത്. എത്രയും വേഗം പൊളിഞ്ഞു വീഴാൻ പറ്റുമോ അത്ര പെട്ടെന്ന് പൊളിഞ്ഞു പോകാൻ പറ്റുന്ന പലകയാണ് കൊണ്ടുവെക്കുന്നത്. ഇവന്റെ വീടിന്റെ വാതിലോ 3 ലക്ഷത്തിന്റെ ഡോറാണ്. അത്രയ്ക്ക് നല്ല കാതിലുള്ള തേക്കാണ്, നല്ല പളപളപ്പാണ്. അവന്റെ കട്ടിലും അത് തന്നെയാണ്. പക്ഷേ അവന്റെ മയ്യത്തടക്കിയിരിക്കുന്ന ആ ഖബറിന്റെ മുകളിൽ നിരത്തിയ പലകയോ കേവലം വട്ടയാണ്, കേവലം വെള്ളത്തടിയാണ്, ആർക്കും വേണ്ടാത്ത തടിയാണ്. ഇലയിന്മേൽ തണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ മറപാടും ഖബർ ബഹുജോറിലേ, മറപാടും ഖബർ ബഹുജോറിലേ. എല്ലാം നല്ല റാഹത്തായിട്ട് എല്ലാവരും കൂടെ നിന്ന് കൂട്ടിയിട്ട് ആർക്കും വേണ്ടാത്ത പ്ലാസ്റ്റിക്. ഇവിടുത്തെ ഏറ്റവും വലിയ 1000 കോടിയുടെ മോലാളിയുടെ മയ്യത്തിന്റെ മോളിൽ കൊണ്ടുപോയി ആ ഖബറിന്റെ മോളിൽ ഇടുന്ന പ്ലാസ്റ്റിക്കിന്റെ വില എത്ര? 1 മീറ്ററിന് 50 റുപ്യ 1 മീറ്ററിന്. അതിലൊരു 10 മീറ്റർ 500 രൂപ കൊടുത്ത് അത്ത വീട്ടിൽ കിടന്നപ്പോൾ 6000 സ്ക്വയർ ഫീറ്റില് 90 ലക്ഷം രൂപയുടെ വീട്ടിലാണ് കിടന്നത്. ഇന്ന് 90 രൂപയുടെ ടാർപ്പ അത്താടെ ഖബറിന്റെ മോളിൽ ഇതാ കിടക്കുക. തീർന്ന മനുഷ്യൻ. ഇത്രയേ ഉള്ളൂ, ഖലാസ്, ഇത്രയേ ഉള്ളൂ. പട്ടിക്ക് ഹാലിളകിയ 2 ദിവസം കഴിഞ്ഞ് മാന്തി പറിക്കും അവൻ വന്നിട്ട്. അവന് കിടക്കാൻ പറ്റിയ നല്ല സ്ഥലമായിട്ട് അവൻ പോയി അവിടെ കിടക്കും സൈഡിൽ. ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ കാണുന്ന എൻ്റെ റൂമിൻ്റെ മുന്നിലാണ് മയ്യത്തൊക്കെ കൊണ്ടുവന്ന് നടക്കിയിരിക്കുന്നത്. 2 ദിവസം കഴിയുമ്പോൾ പട്ടി കയറി കിടക്കുന്നത് കാണാം. തൊട്ടിറങ്ങുന്ന ഉടനെ ഈ ആത്മഹത്യ ചെയ്തവരൊക്കെ എൻ്റെ എൻ്റെ ഫ്രണ്ടിലാണ് കൊണ്ട് നടക്കുന്നത്. മോദി വന്നിട്ട് ഉസ്താദ് ഇന്ന് 2 എണ്ണം ആത്മഹത്യ ഫ്രണ്ട്. ഞാൻ പറഞ്ഞത് അതാ ഉസ്താദിൻ്റെ റൂമിലാകുമ്പോൾ ഒരു ബർക്കത്തുണ്ടാവും. നേരിട്ട് ആത്മഹത്യ ചെയ്തവരൊക്കെ എപ്പോഴും ഒരു ദുആ കിട്ടൂല ഇറങ്ങി പോകുമ്പോൾ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും. അതുകൊണ്ടായിരിക്കും ഉസ്താദിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നടക്കിയിരിക്കുന്നത്.
സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആ ഖബറിലേക്ക് ഒരു കൂട്ടുകാരനെ, അതുകൊണ്ട് നമ്മുടെ അൽഹംദുലില്ലാഹ് സിറാജുദ്ദീൻ സാഹിബ് 1001 കല്ല്, മാഷാ അല്ലാഹ്, അതൊരു ജാരിയ സദഖയാണ്. ഖിയാമത്ത് വരെ റബ്ബേ അത് സ്വീകരിക്കണേ അല്ലാ, അത് കബൂലാക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ. ആ മക്കളെ കൊണ്ട് അദ്ദേഹത്തിനും കുടുംബത്തിനും ദുനിയാവിലും ആഖിറത്തിലും എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കണേ പടച്ച റബ്ബേ. അല്ലാഹുവേ, സാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ ഇണകളെ കൊടുക്കണേ അല്ലാ, അതിലൂടെ സാലിഹീങ്ങളായ മക്കളെ നീ നൽകണേ പടച്ച റബ്ബേ. അല്ലാ, ഈ മസ്ജിദിന് വേണ്ടി ചെയ്തവരും ഈ മദ്രസയ്ക്ക് വേണ്ടി ചെയ്തവരും ഇതിനു മുമ്പേ ചെയ്തവരും അല്ലാഹുവേ ഈ സ്ഥലത്തുണ്ടാകും, ഈ സദസ്സിലുണ്ടാകും, അതെല്ലാം അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കുന്നതിനോടൊപ്പം റബ്ബേ ഈ ഒരു സദഖയും കൂടി അവരുടെ ഖബറിലേക്ക് എക്കാലവും ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അതിന് ഭാഗ്യം നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹ്. അടുത്താരാ? ബിസ്മില്ലാ, കൈപൊക്ക്. അൽഹംദുലില്ലാഹ്, നല്ല ഭാഗ്യമാണ്. ഖബറിലേക്ക് ഒരു കൂട്ടുകാരൻ നമ്മൾ നിയത്തി ചെയ്താൽ മതി. പടച്ചവനെ, ഈ കൂട്ടുകാരനെ എനിക്ക് അവിടെ കൊണ്ടെത്തിക്കണം അല്ലാ. ഈ കൂട്ടുകാരൻ എനിക്ക് അവിടെ പുത്തൂർ പള്ളിയിലെ ഉസ്താദ് 5000 രൂപ. പാവം, ശമ്പളമൊക്കെ കുറവാണ്, എന്നാൽ തന്നെ അവർക്ക് ഇത് കേട്ടിട്ട് ഈ ഖബറിനകത്ത് ഒരാളിനെ കിട്ടണ്ടേ, അതിനൊരു പരിപാടിക്ക് വേണ്ടി അവർ നോക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു. അല്ലാഹുവേ, ആലിമീങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത മജ്ലിസാണ് പടച്ചവനെ. നരകം കത്തിക്കപ്പെടുന്ന ആലിമീങ്ങൾ ഞങ്ങളെ ആരെ ഉൾപ്പെടുത്തല്ലേ അല്ലാ, ഉൾപ്പെടുത്തല്ലേ അല്ലാ, രക്ഷിക്കണേ അല്ലാ, സഹായിക്കണേ അല്ലാ. ഖുർആൻ ഞങ്ങൾക്കെതിരായി സാക്ഷ്യം വഹിക്കുന്നവരിൽ പെടുത്തല്ലേ റബ്ബേ. ഖുർആനിനെ പ്രകാശമായി നൂറായി അല്ലാ ഞങ്ങളെ നാളെ എത്തിക്കണേ റബ്ബേ. ആ ഉസ്താദിന്റെ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ, ജാരിയായ സ്വതക്കയായി അനുഗ്രഹിക്കണേ പടച്ച റബ്ബേ. അവരെയും ഞങ്ങളെയും അവിടുത്തെ കുടുംബത്തെയും അവിടുത്തെ മക്കളെയും ഞങ്ങളെയും സ്വർഗ്ഗലോകത്ത് ജന്നാത്തെ അദ്നിൽ നീ ഒരുമിച്ച് കൂട്ടാൻ ഇത് സബബാക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നീ തൗഫീഖ് ചെയ്യണേ പടച്ചവനെ. ഉസ്താദന്മാരൊക്കെ ചെയ്യാം. നമ്മൾ ചിന്തിച്ചേക്ക്, ഉസ്താദന്മാർ, ആലിമീങ്ങൾ, അൽഹംദുലില്ലാഹ്. നമുക്ക് ഇങ്ങനെ കുറച്ച് കല്ല്, കുറച്ച് മണല് എല്ലാം കൂടെ ആകുമ്പോൾ അൽഹംദുലില്ലാഹ് 80 ലക്ഷം രൂപ. ഇന്നലെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞാണ്, 80 ലക്ഷം രൂപ പിരിച്ച സ്ഥലമാണ് ഞാൻ. പള്ളിക്ക് വേണ്ടി എല്ലാവരും പിരിച്ചു, കൂട്ടത്തിൽ നമ്മളും 80 ലക്ഷത്തോളം രൂപ ഈ പള്ളിക്ക് വേണ്ടി. അൽഹംദുലില്ലാഹ്. സുൽവി ആരിലുണ്ടോ? സുഹൈഫ് ഇബ്രാഹിം മൂസ, പെട്ടെന്ന് വാ. അല്ലാഹുവേ പടച്ചവനെ, ആരമ്മനെ? താഴത്തെ വീട്ടിൽ റഹീമ 25,000 രൂപ. അൽഹംദുലില്ലാഹ്. അപ്പൊ ഏകദേശം ഒരു 500 കല്ല്. അതാണ് അതിന്റെ അർത്ഥം. അത് മതി നമുക്ക്. ഓരോരുത്തർ 786 കല്ല്, 313 കല്ല്. അൽഹംദുലില്ലാഹ്. നമുക്ക് ആ ഒരു നല്ല നിയത്ത് ചെയ്യാം. അല്ലാഹുവേ, ആ റഹീമ ബീവിക്ക് നീ റഹ്മത്ത് ചെയ്യണേ പടച്ചവനെ, കരുണ ചൊരിയണേ പടച്ചവനെ. ഈ ഒരു സദഖ നീ സ്വീകരിക്കണേ അല്ലാ. ദുൽഹജ്ജ് മാസത്തിന്റെ പവിത്രതയിലാണ്, അതിന്റെ ബർക്കത്ത് കൊണ്ട് പരിശുദ്ധ ഖാരിഈങ്ങൾ അല്ലാഹുവേ നിന്റെ ഖുർആൻ ഇവിടെ പരിചയപ്പെടുത്തി എത്ര നല്ല സുന്ദരമായ ശൈലിയിൽ ഓതി കേൾപ്പിച്ച സ്ഥലമാണ് അല്ലാ. അതിന്റെ ബർക്കത്ത് കൊണ്ട് ഈ സദഖ ചെയ്യുന്ന ഒരാളെയും ദുനിയാവിലും ആഖിറത്തിലും നീ നിരാശപ്പെടുത്തല്ലേ അല്ലാ. പടച്ചവനെ, അർഹമായ കൂലി നീ ദുനിയാവിലും കൊടുക്കണം, ആഖിറത്തിലും കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ നൂറാണ് ഖുർആൻ, അല്ലാഹുവിന്റെ പ്രകാശമാണ് ഖുർആൻ. ഈ ഖുർആൻ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, നേരത്തെ നമ്മുടെ മറ്റേ പ്രസിഡന്റ് മരിച്ചുപോയല്ലോ അല്ലേ, 1 കോടി രൂപ പറഞ്ഞ ആള്. അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, ഖബറിലെ സന്തോഷം കൊടുക്കുമാറാകട്ടെ. 1 കോടി രൂപ ഇല്ലയോ? അത്ര വലിയ ഭാഗ്യം അവർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാല്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് 1001 കല്ല്. ഖുലൂ തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, കരുണയുള്ള നാഥ, ഒരുപാട് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ഖബറിനെ കുറിച്ച് ഓർക്കുമ്പോ, ഖബറിൽ വരുന്ന ആ രംഗത്തെ കുറിച്ച് ഓർത്തപ്പോ അല്ലാ, ഈ ദുൽഖഅദ് മാസത്തിൽ ഹജ്ജിന്റെ മാസമാണ്. ജനങ്ങളെല്ലാം നിന്റെ കഅബ ഷരീഫിലേക്ക് വരുമ്പോ അല്ലാ, ആ സഹോദരൻ ചെയ്ത ഈ സദഖയെ നീ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ പടച്ച റബ്ബേ. നാളെ ആ മയ്യത്ത്, ആ കുടുംബത്തിന്റെ മയ്യത്ത് ആ ഒറ്റപ്പെട്ട ഖബറിന്റെ ഏകാന്ത ജീവിതത്തിലേക്ക് കൊണ്ടുവെക്കുമ്പോ അല്ലാ, ഈ സദഖ ഖബറിൽ വന്നിട്ട് അനഅമലുക സാലിഹു, ഞാൻ നിന്റെ സാലിഹായ അമലാണെന്ന് പറയപ്പെടുന്നവരിൽ അവരെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അൽഹംദുലില്ലാഹ്. സഹോദരിമാരെ, ഇത്രയും പേര് ഇരുന്നിട്ട് ഒന്ന് കൈപൊക്കാൻ ഒരാളില്ല. 50,000 രൂപ ഒരു റഹീമ ബീവി മാത്രം. അല്ലാഹ് നീ അവർക്ക് റഹ്മത്ത് ചെയ്യ്.
അടുത്ത റഹീമ ഇല്ലേ, സബൂറ ഇല്ലേ, നസീമ ഇല്ലേ, നഫീസ ഇല്ലേ, എത്രയോ പേര് എല്ലാ സിറാജ് ഉസ്താദിന് കൊടുക്കാനാ. എന്നാലും എനിക്കൂടെ തായിച്ചിരി എത്ര ആരാ? അഷ്റഫ് ചന്ദനപ്പറമ്പിൽ 10,000 രൂപ പടച്ചവനെ റഹ്മാനായ അല്ലാഹ് സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ റബ്ബേ, അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബറിടത്തിലേക്ക് തന്നെ സവാബ് കൊടുക്കണേ റബ്ബേ. അൽഹംദുലില്ലാ. ഒരു 313 കല്ല് പറയാൻ ആരുണ്ട്? 313 കൈപൊക്ക്. 313 അസ്ഹാബുൽ ബദർ. ആരാ പേര്? നിസാർ കൊച്ചുകളയാ, കൊച്ചുപറമ്പിൽ നിസാർ സാഹിബ് ഖൂലു തക്ബീർ. 313 പടച്ച റബ്ബേ, ആ 313 ഞങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കാൻ കാരണം അല്ലാഹ്. പടച്ച റബ്ബേ, ആ 313 നീ തകർത്താൽ ഈ ദുനിയാവിൽ നീ ആരാധിക്കപ്പെടുകയില്ല എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞെങ്കിൽ അല്ലാഹ് ആ 313 ബർക്കത്ത് കൊണ്ട് ആ സഹോദരനെ കുടുംബത്തെയും കബൂലാക്കണേ റബ്ബേ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബറിടത്തിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അവരുടെ മക്കളെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അടുത്തൊരു 313 പറ. ഇൻഷാ അല്ലാഹ് കൈപൊക്ക്. നമുക്ക് നല്ല 313 അത്ര ഒരു 10-15,000 രൂപ അല്ലേ ഉള്ളൂ. 50 ചോദിച്ചില്ലല്ലോ. പെട്ടെന്ന് കൈപൊക്ക്. അൽഹംദുലില്ലാ. 10 പേരാകുമ്പോൾ നമുക്ക് അതിന്റെ കല്ലെങ്കിലും കിട്ടും. സഹോദരി, സഹാബുൽ ബദരീങ്ങൾ നമ്മളൊരു നെയ്യത്ത 313. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ജമാഅത്ത് സെക്രട്ടറിയുടെ ഭാര്യ 313. സെക്രട്ടറി എന്താ അവിടെ പോയിരുന്ന സെക്രട്ടറി? ഭാര്യയോട് വലിയ മഹബത്തുള്ള ആളാണ്. മാഷാ അല്ലാഹ്. ഇപ്പോഴും അള്ളാഹു ഹണിമൂൺ ആഘോഷിക്കാൻ ഭാഗ്യം കൊടുക്കട്ടെ. ബൈശാൻ കാലത്ത് നമുക്ക് അതാണ് സ്നേഹം. ഇതുപോലൊരു സ്നേഹം വേറെ ആർക്കും. നിങ്ങൾ എന്താ ബാക്കിൽ പോയിരുന്നേ? അൽഹംദുലില്ലാ. പടച്ചവനെ 313 ബഹുമാനപ്പെട്ട സെക്രട്ടറിയുടെ ഭാര്യ, അല്ലാഹുവേ നീ ദീർഘായുസ്സ് കൊടുക്കണേ പടച്ചവനെ, ആഫിയത്ത് കൊടുക്കണേ പടച്ചവനെ, ആരോഗ്യ സലാമത്ത് അവർക്ക് 2 പേർക്കും കൊടുക്കണേ പടച്ചവനെ. മരണം വരെ അല്ലാഹ് സന്തോഷകരമായ കുടുംബജീവിതം നയിച്ചിട്ട് സ്വർഗ്ഗലോകത്തുഹും വഅസ്വാജുഹും അല്ലാഹുവേ എന്ന് പറയപ്പെടുന്ന ആ ഒരു സ്വർഗ്ഗലോകത്ത് ഇവരെ ഞങ്ങളെ നീ എത്തിക്കണേ പടച്ചവനെ. അല്ലാഹുവേ ആ സഹോദരിയുടെ ശാരീരികമായ മാനസികമായ രോഗങ്ങൾ, വിഷമങ്ങളെല്ലാം ഈ മദ്രസയുടെ ബർക്കത്ത് കൊണ്ട്, സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് ഷിഫ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ആ സെക്രട്ടറി ഈ ചെയ്യുന്ന ഖിദ്മത്ത് നീ കബൂലാക്കണേ അല്ലാഹ്. വല്ല ന്യൂനതകൾ, അപാകതകൾ ഉണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ റബ്ബേ. അടുത്താരാ? ഷൗക്കത്തണ്ണനാ. അവന് 786 ആക്കി കൂടെ അണ്ണേ. അണ്ണേ 786 ആരും പറഞ്ഞില്ല, അണ്ണൻ പറയണ. അൽഹംദുലില്ലാ. ഖുലൂ തക്ബീർ. 786. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാണ് എന്റെ ബർക്കത്ത്. ബിസ്മില്ലാ. ബലാ. ബല എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ മനസ്സിലാക്കണം. വെറുതെ അല്ല. എന്തുകൊണ്ട് അല്ലാഹ് ബിസ്മിൽ തുടങ്ങിയത്? 786. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ഒരു സലാത്തിയുള്ള സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് പടച്ചവനെ, കരുണക്കടലായ റബ്ബേ, ഈ പരിശുദ്ധമായ മജ്ലിസിലിരുന്ന് ഈ മസ്ജിദിന്റെ തിരുമുറ്റത്ത് ദുൽഹജ്ജ് മാസത്തോടടുത്തുള്ള മാസത്തിൽ അല്ലാഹ് ഇവിടെ ഇരുന്ന് ഈ സദഖ ചെയ്യുന്നത് നിന്റെ ഖുർആൻ പഠിപ്പിക്കാനാണ് പടച്ചവനെ. മദ്രസകളെല്ലാം തകർന്നുകൊണ്ടിരിക്കുമ്പോ, മദ്രസകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ പടച്ചവനെ ആ ഖുർആനിന്റെ പവിത്രതയെ ഉയർത്തിപ്പിടിക്കാനുള്ള സ്ഥാപനത്തിന് വേണ്ടി ഈ ചെയ്ത സദഖ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് അത് നീ വിജയിപ്പിക്കണം പടച്ചവനെ. ആ കുടുംബത്തിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബറിടത്തിലേക്ക് ഈ സമയം മുതൽ ഇതിന്റെ മിസ്ൽ സവാബ് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അപകടങ്ങൾ, ആപത്തുകളെ തൊട്ട് രക്ഷിക്കണേ അല്ലാഹ്. ബർക്കത്തി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇത്ര വലിയ ദുആയ, ഇത്ര പേര് ആമീൻ പറയും. പറമനെ ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാം. അമ്മാരത്ത് 786 ആരാൻ പറയടാ. 500 ഇടാ. പിള്ളേർ ഒത്തിരി പേരില്ലേ മക്കളെ? 786. ഖുലൂ തക്ബീർ. 500 700 ചെറുപ്പക്കാര് പിള്ളേര്. അവര് ക്രിക്കറ്റ് ടീം, പിന്നെ കാറ്ററിംഗ് ടീമുണ്ട്. ക്രിക്കറ്റ് കളിയാ. റൈറ്റൻസ് ക്ലബ്ബ്
അൽഹംദുലില്ലാ, നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികളാണ്. അവർക്ക് അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ സബഅത്തു യുളില്ലുഹുമുല്ലാഹു ബിളില്ലിൻ യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുല്ലാഹ്. പടച്ചവനെ, ജോലിയില്ലാത്ത സാധുക്കളായ ചെറുപ്പക്കാരാണ് റബ്ബേ. ഖുർആനിനോടുള്ള മഹത്വത്തിന്റെ പേരിൽ, ഖുർആനിന്റെ സ്ഥാപനത്തോടുള്ള സ്നേഹ ആദരവിന്റെ പേരിൽ, സ്വർഗലോകത്ത് ഇത് സാക്ഷ്യം വഹിക്കും എന്നതിന്റെ പേരിൽ, ഖബറിൽ ഒരു കൂട്ടുകാരനെ കിട്ടുമെന്നതിന്റെ പേരിൽ ആ പാവപ്പെട്ട യുവാക്കൾ ഇതിന് തയ്യാറായി റബ്ബേ. അവർക്ക് നീ ജോലി കൊടുക്കണേ അല്ലാ, അവർക്ക് അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവർക്ക് സാലിഹത്തുകളായ ഇണകളെ നീ കൊടുക്കണേ റബ്ബേ. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബറിടത്തിലേക്ക് ഇതിന്റെ സവാബ് എത്തിക്കണേ പടച്ചവനെ. അല്ലാ, അപകടങ്ങളിൽ നിന്നും, ആപത്ത് ബലാ മുസീബത്തുകളിൽ നിന്നും അവരെയും ഞങ്ങളെയും ഈ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് നീ രക്ഷിക്കണേ പടച്ച റബ്ബേ. അവരുടെ സ്ഥാപനങ്ങളെയും അവരുടെ ക്ലബ്ബുകളെയെല്ലാം അല്ലാഹുവേ നീ ഇഷ്ടപ്പെട്ട നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും, അല്ലാഹുവേ ദീനുമായി കൂടുതൽ അടുത്ത്, അല്ലാ നീയുമായി കൂടുതൽ അടുക്കാനും, അതിലൂടെ സ്വർഗം പുൽകാനുമുള്ള യഥാർത്ഥ യുവാക്കളാക്കി മാറ്റണേ റബ്ബേ. അൽഹംദുലില്ലാ, ഭാഗ്യം. ചെറിയ ദുആ അല്ല ഇത്. എത്ര പേര് ആമീൻ പറയുന്ന? അൽഹംദുലില്ലാ. അടുത്ത 786 ഒരു 5000 കല്ല് കിട്ടിയ തീർന്നു തൽക്കാലത്തേക്ക്, ഇല്ലയോ? അടുത്ത മോൻ എത്ര പഠിക്കുന്നുണ്ട്? അൽഹംദുലില്ലാ, മാതാപിതാക്കള്, ഇവിടെ പഠിക്കുന്ന മക്കള് അൽഹംദുലില്ലാ ഹാഫിളാകാൻ നിയ്യത്തില് 313 കല്ല് ഖുലൂ തക്ബീർ അല്ലാഹു അക്ബർ. പടച്ചവനെ, ആ മക്കളെ നീ പാഴാക്കല്ല പടച്ച റബ്ബേ, പാഴാക്കല്ല പടച്ച റബ്ബേ. അല്ലാ, ആ മക്കൾക്ക് എത്രയും വേഗം ഹാഫിളാകാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, നാളെ മരണപ്പെട്ട് ആഖിറത്തിലെത്തുമ്പോ മാതാപിതാക്കളെ കൈക്ക് പിടിച്ചിട്ട് ഇഖ്റ വസ്അദ് ഫീ ദുറജിൽ ജന്നാ, നീ ഖുർആൻ ഓതിക്കൊണ്ട് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് കയറണേ എന്ന് പറയപ്പെടുന്ന മാതാപിതാക്കളെയും മക്കളെയുമായി അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അടുത്ത പെട്ടെന്ന് തീർത്ത 10 എന്ന് പറഞ്ഞ് 11 സലാമണ്ണ 313 സലാമൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. പാവപ്പെട്ട അണ്ണനാണോ സലാമണ്ണ? ആരാ? 114 പറയണേ. 114 ഇൻഷാ അല്ലാഹ്. 114 സലാമണ്ണ. അല്ലാഹുവേ പടച്ചവനെ, 114 സൂറത്താണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഖുർആൻ പഠിപ്പിക്കാനുള്ള സ്ഥാപനമാകുമ്പോൾ 114 അതാണ് വേണ്ടത്, അല്ലേ? അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് സാദിഖക്ക് അതും പറയാം, ഒരു 114 കല്ല് ഇൻഷാ അല്ലാഹ് അതും പറയാം. 10 പേര് പറഞ്ഞ 1000 ആയി, അല്ലേ? അൽഹംദുലില്ലാ, 114 എണ്ണ എത്ര? അൽഹംദുലില്ലാ, 5000 രൂപ പടച്ച റബ്ബേ കബൂലാക്കണേ പടച്ചവനെ. അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, റെഡി കാശ് രൊക്കമായി കൊണ്ടുവന്നിരിക്കുന്നു അല്ലാ. ഇത് നീ ഖബറിൽ എത്തിക്കണേ പടച്ചവനെ. ആ ശരീരത്തിന് ആരോഗ്യം കൊടുക്കണേ റബ്ബേ. മാരകമായ രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ. മരണപ്പെട്ടവരുടെ കബറിടത്തിലേക്ക് ഇതിന്റെ സവാബ് കൊടുക്കണേ റബ്ബേ. 114 കല്ല് നൽകിയ ആ അണ്ണന് ആഫിയത്ത്, ആരോഗ്യ, ദീർഘായുസ് കൊടുക്കണമല്ലാ. പടച്ചവനെ, അവിടുത്തെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഈ സദഖയ്ക്ക് അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ പടച്ച റബ്ബേ. ചെറിയ കാര്യമല്ല കേട്ടോ, നല്ല. അൽഹംദുലില്ലാ, 1001 കല്ലിന്റെ പൈസ. അൽഹംദുലില്ലാ. കൊല്ലംപറമ്പിൽ ഭീമാ ബീവി, കൊല്ലംപറമ്പിൽ ഭീമാ ബീവി 1001 കല്ല്. ഖുലൂ തക്ബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 50000 രൂപ, 1000 കല്ല്. ആ അതന്നെ. അൽഹംദുലില്ലാ, 50 ഒരു കല്ല് 50 രൂപ എന്നല്ലേ പറഞ്ഞേ? അൽഹംദുലില്ലാ, 50000 രൂപ. പടച്ച റബ്ബേ, കരുണയുള്ള നാഥാ, റഹ്മാനായ അല്ലാഹ്, ഖാലിഖായ മാലിക്കായ അല്ലാഹ്, ഈ സദഖ നീ തട്ടിക്കളയല്ല റബ്ബേ. അല്ലാഹ്, ഈ മുബാറക്കായ മജ്ലിസിൽ നിന്ന്, ഈ പുണ്യമാക്കപ്പെട്ട മാസത്തില് ഈ ചെയ്യുന്ന സദഖയ്ക്ക് അർഹമായ കൂലി കൊടുക്കണേ പടച്ചവനെ. ആ ഉമ്മാന്റെ, ആ വാപ്പാന്റെ, ആ മക്കളുടെ മയ്യത്ത് ഖബറിൽ എത്തുമ്പോ ഈ ഹിഫ്ള് പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് അല്ലാ, ഈ സദഖ ചെറുപ്പക്കാരന്റെ കോലത്തിൽ അവിടെ നീ എത്തിക്കണേ അല്ലാ.
ആൻസ്മോൻ 10,000 രൂപ. ഖുലൂ തക്ബീർ റെഡി കാഷാണ്. പടച്ച റബ്ബേ, റഹ്മാനായ അല്ലാഹുവേ, റഹീമായ അല്ലാഹ്, ഖാലിഖായ മാലിക്കായ പടച്ച റബ്ബേ, ആ മകന്റെ ആ സഹോദരന്റെ സ്വതക്ക നീ സ്വീകരിക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ സ്ഥാപനത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പടച്ചവനേ, സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്, ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബ് കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. തീർന്നോ? അൽഹംദുലില്ലാഹ്. നിഷാദിന്റെ വാപ്പ അല്ലയോ? അല്ല, നിഷാദ് നിൽക്കുന്ന അൽഹംദുലില്ലാഹ്. ഇവിടുത്തെ വാളണ്ടിയേഴ്സ് കൂടിയാ തോന്നല്ലേ? മോൻ പഠിക്കുന്നു, മാഷാ അല്ലാഹ്. മോൻ പഠിക്കുന്നു 313 കല്ല്. പടച്ചവനെ, ആ മോന്റെ കൈക്ക് പിടിച്ച് സ്വർഗത്തിൽ പോകാൻ ആ വാപ്പാക്കും ഉമ്മാക്കും ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഇത് കബൂലാക്കണേ അല്ലാഹ്. ഹായിബാക്കി തട്ടിക്കളയല്ല പടച്ചവനെ. ആ ചെറുപ്പക്കാരനെ മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്. ആ മകന് നല്ല ബുദ്ധിശക്തി, ഓർമ്മശക്തി കൊടുക്കണേ പടച്ച റബ്ബേ. ഇവിടെ പഠിക്കുന്ന മക്കള് അവരുടെ വാപ്പ ഉമ്മ ഉണ്ടോ? ഒന്ന് നിയത്ത് ചെയ്തോ. നേരത്തെ കൊടുത്തിട്ടുണ്ടാവും, ഇതൊന്നും നിയത്ത് ചെയ്തോ. ഓരോ ഏത് ദുആയ എവിടുത്തെ എപ്പോഴാന്ന് വിചാരിക്കുന്നത്. ഇന്നും കൊടുക്കണം, നാളെയും കൊടുക്കണം, മറ്റന്നാളും കൊടുക്കണം. അൽഹംദുലില്ലാഹ്. ചങ്ങനാശ്ശേരിയിൽ താമസിക്കുന്ന തട്ടാപ്പറമ്പിൽ അബ്ദുൽ കരീം സാർ ചെത്തിപ്പുഴ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷിഫയാകാൻ അള്ളാഹു ആഫിയത്ത്, ആരോഗ്യ, ദീർഘായ സലാമത്ത് കൊടുക്കുമാറാകട്ടെ പടച്ചവനെ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് പരിപൂർണമായ ഷിഫ കൊടുക്കണേ അള്ളാഹുവെ. ആഫിയത്ത്, ആരോഗ്യ, സലാമത്ത് കൊടുക്കണേ പടച്ചവനെ. അതേപോലെ ഒരു 12 വയസ്സുള്ള ഒരു മോള് രാജഗിരി ഹോസ്പിറ്റലിൽ അങ്ങ് ആലുവായിൽ പെട്ടെന്ന് രാത്രി കിടന്ന് ഉറങ്ങുകയാണ്. ഒരു കുഴപ്പമില്ലായിരുന്നു. രാവിലെ ആയപ്പോൾ കണ്ണും തുറക്കുന്നതിനും തുറക്കും, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ തലയെല്ലാം ഓപ്പറേഷൻ ചെയ്ത് വളരെ വിഷമത്തിലാണ്. അല്ലാ, ഷിഫ കൊടുക്കണേ ആ മോക്ക്, നീ ഷിഫ കൊടുക്കണേ അല്ലാ. മോക്ക് നീ ഷിഫ കൊടുക്കണേ അല്ലാ. കണ്ണ് തുറക്കണേ അല്ലാ. ഉമ്മ വാപ്പ എന്ന് വിളിക്കാൻ പടച്ചവനെ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അവർ വലിയൊരു ബനാത്ത് നടത്തുന്നവരാണ് മാതാപിതാക്കൾ. അല്ലാ, അവരുടെ ബർക്കത്ത് കൊണ്ട് ആ മോൾക്ക് സംസാരിക്കാനും അള്ളാഹുവേ ആ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താനും അവരുടെ മുഖത്തൊക്കെ ചിരിക്കാനും ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. സമയം 11 പിന്നെ അവസാനം പോലീസ് പിടിച്ചാൽ നിന്നെ പിടിക്കുക. എൻ്റെ പേര് പറയരുത്. അൽ ജിനാൻ, അൽ ജിനാസ് സെക്രട്ടറിയുടെ മോനാ. മാഷാ അല്ലാഹ്. 1001 കല്ല്. ഖുലൂ തക്ബീർ. 5000 മുകളിലായി ഇല്ലയോ മകള്? ന്യൂ ബോൺ ബേബി. ഓ, ന്യൂ ബോൺ ആണ്. അല്ലാഹുവേ, പടച്ചവനെ, റഹ്മാനായ അല്ലാഹ്, ആ പൊന്നുമോൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ പടച്ചവനെ. ആരോഗ്യം കൊടുക്കണേ പടച്ചവനെ. ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഒരു രോഗവും, ഒരു മാരകമായ രോഗവും ആ മോൾക്ക് നീ കൊടുക്കല്ലേ അല്ലാഹ്. ആ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുന്ന മോളാക്കണേ പടച്ചവനെ. ആ വാപ്പാക്കും ഉമ്മാക്കും ആഫിയത്ത്, ആരോഗ്യ, സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇനി ബാക്കിയൊക്കെ നാളെ മറ്റന്നാൾ കൊടുത്തോളൂ. മതി, സമയമായി 11 10 എന്ന് പറഞ്ഞ് പ്രസംഗിപ്പിച്ചിട്ട് 10 കഴിഞ്ഞ് പിരിവ്. എന്തായാലും ഇത്രയായി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ബാക്കിയൊക്കെ കിട്ടി. എന്നാലും കിട്ടിയില്ലേ? പായിപ്പാട് വരുമ്പം പിരിവ് പ്രതീക്ഷിച്ചേ വരാവൂ. ആള് പ്രതീക്ഷിക്കുക. ഉസ്താദിന്റെ കൈമടക്ക് കൊള്ളാം, ബർക്കത്തായിട്ട്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ തുടങ്ങി ഒരു ഖൈർ. സിറാജുദ്ദീൻ സാഹിബ്, എല്ലാവരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദുആരക്കട്ടെ. الحمدلله رب العالمين. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه أجمعين. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات رب الأرض رب العرش الكريم. لا إله إلا أنت سبحانك إنا كنا من الظالمين. اللهم إنا نسألك من فجاءة الخير ونعوذ بك من فجاءة الشر. اللهم إنا نعوذ بك من موت الفجاءة ومن لدغة الحية ومن الحرق ومن الغرق ومن أن نخر على شيء في الأرض ومن القتل عند فرار الزحف. اللهم ارحمنا بترك المعاصي أبدا ما بقيتنا، وارحمنا أن نتكلف ما لا يعنينا، وارزقنا حسن النظر فيما يرضيك عنا يا رب العالمين. اللهم بديع السماوات والأرض ذا الجلال والإكرام والعزة التي لا تراب،
نسألك يا الله يا رحمن بجلالك ونور وجهك أن تلزم قلوبنا بحفظ كتابك كما علمتنا وارزقنا أن نتلوه على النحو الذي يرضيك عنا يا رب العالمين. اللهم عافنا في أبداننا، اللهم عافنا في أبصارنا، اللهم عافنا في أسماعنا. لا إله إلا أنت يا ذا الجلال والإكرام، يا من لا تراه العيون ولا تخالطه الظنون ولا يصفه الواصفون ولا تغيره الحوادث ولا يخشى الدوائر. يعلم مثاقيل الجبال ومكائل البحار، يعلم عدد قطر الأمطار، يعلم عدد ورق الأشجار، يعلم عدد ما أظلم عليه الليل وأشرق عليه النهار، ولا تواري منه سماء سماء ولا أرض أرضا ولا بحر ما في قعره ولا جبل ما في وعره. اللهم اجعل خير أعمالنا آخره وخير أعمالنا خواتمه وخير أيامنا يوم نلقاك فيه. يا الله ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ തട്ടിക്കളയല്ലേ പടച്ചവനെ. നിന്റെ ഖുർആൻ കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട മജ്ലിസ് ആയിരുന്നല്ലോ പടച്ചവനെ. ഈ സദസ്സിൽ വന്ന ഞങ്ങളെ നീ സ്വർഗത്തിൽ ഖുർആൻ കേൾക്കാൻ വിധിക്കപ്പെട്ടവരിൽ ഭാഗ്യം നൽകപ്പെട്ടവരിൽ പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ട് ഖബറിൽ കിടക്കാൻ ഭാഗ്യമുള്ളവരിൽ ഞങ്ങളെ പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ ഖുർആനിനെ മഹ്ജൂറായി കണ്ടവരിൽ പെടുത്തല്ലേ പടച്ചവനെ. അല്ലാഹ്, ഖുർആനിനെ ഖൽബിൽ കൊണ്ട് നടക്കാൻ ഭാഗ്യം എന്താ പടച്ചവനെ. ഖുർആൻ എപ്പോഴും പാരായണം ചെയ്യാൻ ഭാഗ്യം എന്താ പടച്ചവനെ. അത് കാണാതെ പഠിക്കാൻ ഭാഗ്യം എന്താ പടച്ചവനെ. അല്ലാഹുവേ, അത് പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ, അവരെ സഹായിക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ, അവർ ആ ഖുർആനിൻ്റെ വെളിച്ചം കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ ഖുർആൻ കൊണ്ട് എത്രയോ പേരെ നീ പിഴപ്പിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ പടച്ചവനെ. അല്ലാഹ്, ഖുർആൻ കൊണ്ട് നീ ഹിദായത്ത് കൊടുക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ, ഖുർആൻ ഞങ്ങളുടെ ഇമാമാകണേ പടച്ചവനെ. ഞങ്ങളുടെ വറായിൽ കൊണ്ടുവരല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളോട് രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു ഖുർആന്റെ ബർക്കത്തോട് ശിഫ കൊടുക്കണേ പടച്ചവനെ. കോടാനുകോടികൾ കൊടുത്ത് സ്ഥലവാ പടച്ചവനെ. എന്നാലും മദ്രസയ്ക്ക് വേണ്ടി ചോദിച്ചപ്പോൾ ഈ സാധുക്കൾ അവരാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു തുടങ്ങി പടച്ചവനെ. ഇനിയും ചെയ്യും പടച്ചവനെ. നീ അവരെ കൈവിടല്ലേ അല്ലാഹ്. ഈ ഖുർആനിൻ്റെ മാസ്മരിക ശബ്ദം ഈ നാട്ടിൽ എന്നും മുഴങ്ങിക്കേൾക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവൻ. അല്ലാഹുവേ, ഇതിനു വേണ്ടി സൗകര്യങ്ങളൊരുക്കിയ ജമാഅത്തിൽ ഉസ്താദുമാർ, അല്ലാഹുവേ, ജമാഅത്ത് ഭാരവാഹികൾ, ഖാദിമ്യങ്ങൾ, നല്ലവരായ നാട്ടുകാർ, അല്ലാഹുവേ, അല്ലാഹുവേ, അർഹമായ കൂലി കൊടുക്കണേ പടച്ചവൻ. അല്ലാഹുവേ, ജമാഅത്തിലെ ഉസ്താദ് സുഹൃത്ത് സിറാജ് ഖാസിമി, അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തെ നീ സ്വീകരിക്കണേ പടച്ചവനെ, കബൂലാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാഹ്. കാര്യങ്ങൾ ഈ സദസ്സിലുണ്ട് പടച്ചവനെ. അല്ലാഹുവേ, ദീർഘകാലം പരിശുദ്ധ ഖുർആനിനെ ഇഖ്ലാസോടുകൂടി ജനങ്ങളുടെ മധ്യത്തിൽ അവർക്ക് ഓതിയ ഖുർആനിനോടുള്ള ആഗ്രഹം ഉണ്ടാക്കാനുള്ള സ്വരമാധുര്യവും ആഫിയത്തും ആരോഗ്യവും നീ കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ. ഹാർട്ട് അറ്റാക്കിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ. സ്ട്രോക്കിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ. ക്യാൻസറിൽ നിന്ന് രക്ഷിക്കണേ, കിഡ്നി രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ. പെട്ടെന്നുണ്ടാകുന്ന രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹുവേ. ഓരോരുത്തരുടെ രോഗങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ അല്ലാഹുവേ അത്ഭുതപ്പെട്ടു പോവുകയാണ് പടച്ചവനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്. ഭീമമായ തുക ചെലവ് വരുന്ന രോഗങ്ങൾ ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ നൽകല്ലേ പടച്ചവൻ. അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവന്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ ഉസ്താദന്മാർ, പണ്ഡിതന്മാർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സുഹൃത്തുക്കൾ, അവരുടെ ഖബർ നീ സന്തോഷം കൊണ്ട് നിറയ്ക്കണേ പടച്ചവൻ. പ്രത്യേകിച്ച് ഈ പള്ളിയുടെ പരിസരത്ത് അടങ്ങിയിരിക്കുന്നവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ചുകൂടി ഇത്രയും സമയം അല്ലാഹ് മണിക്കൂറുകളോളം നിന്നും ഇരുന്നും ഒക്കെ കേട്ടവർ, ഒരുപാട് രോഗമുള്ളവരൊക്കെ ഉണ്ടാകും. കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. അല്ലാഹ്, പരിശുദ്ധ ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട് അവർ ഇരുന്നു പോയി. അല്ലാഹ്, നീ അവരെ സഹായിക്കണേ പടച്ചവനെ. ഒരാളെ നിരാശപ്പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ, അവർക്കൊരു രോഗം നീ കൊടുക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, മരണം വരെ മരുന്ന് കഴിക്കേണ്ട ഒരു രോഗം നീ ഞങ്ങൾക്ക് തരല്ലേ പടച്ചവനെ. ഹലാലായ ഭക്ഷണം ഹറാമാകുന്ന രോഗം തരല്ലേ പടച്ചവനെ. അല്ലാഹുവേ, റബ്ബേ, തൗബ ചെയ്ത് മരിക്കാൻ ഭാഗ്യം തരണേ പടച്ചവനെ. തെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കല്ലേ പടച്ചവൻ. അല്ലാഹ്, ഇത് ഞങ്ങളുടെ അവസാനത്തെ മജ്ലിസാക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഇനിയും ധാരാളം മജ്ലിസിൽ പങ്കെടുത്ത് നിന്റെ തൃപ്തി കരസ്ഥമാക്കാനുള്ള ഭാഗ്യം എന്താ പടച്ചവനെ. അല്ലാഹുവേ, ദുആ സ്വീകരിക്കണേ അല്ലാഹ്. ഈ പരിപാടിക്ക് സഹായിച്ചവർ, ഇവിടെ ഒരുമിച്ച് കൂടിയവർ, ഇതിന് ശബ്ദവും വെളിച്ചവും നൽകുന്ന ഞങ്ങളുടെ സഹോദരൻ, അല്ലാഹുവേ,
അള്ളാഹുവേ, അതേപോലെ ഫ്ലെക്സ് അടിച്ചവർ, നോട്ടീസ് അടിച്ചവർ, ഇത് പല സ്ഥലങ്ങളിലും കൊണ്ടുവച്ച ചെറുപ്പക്കാർ, അള്ളാഹുവേ, ഇവിടുത്തെ ഉസ്താദന്മാർ, ഇന്ന് പരിപാടിക്ക് വന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാർ, അള്ളാഹ് അവർക്കെല്ലാം അർഹമായ പ്രതിഫലം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. ഈ ദുആ നീ സ്വീകരിക്കണേ പടച്ചവനെ. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك. അല്ലാഹു സുബ്ഹാനഹു വ തആല